ിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഅ്മിനീങ്ങളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കടമകളും കടപ്പാടുകളും ഈ ലോകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കടമകളും കടപ്പാടുകളും പരിപൂർണമായി ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ പാരത്രിക ലോകത്ത് വിജയിക്കാൻ സാധിക്കൂ. അഥവാ നമസ്കാരം കൊണ്ട് മാത്രം വിജയിക്കുകയില്ല, നോമ്പ് നോറ്റത് കൊണ്ട് മാത്രം ഒരു മുഅ്മിൻ വിജയിക്കുകയില്ല, സകാത്ത് കൊടുത്തത് കൊണ്ട് മാത്രം ഒരു മുഅ്മിൻ വിജയിക്കുകയില്ല, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചത് കൊണ്ട് മാത്രം അവൻ വിജയിക്കുകയില്ല. മറിച്ച് വിജയിക്കുന്നതിനൊരു മർമ്മപ്രധാനമായ കടമയാണ്, അതിന്റെ ഒരു കടമ്പ തന്നെയാണ് കടമകളും കടപ്പാടുകളും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചുറ്റുപാടിനോട് അവന് കടമയുണ്ട്. അവന്റെ അയൽവാസികൾ, അവൻ ഏത് സമൂഹത്തിൽ വസിക്കുന്നു ആ സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്, കടമയുണ്ട്, കടപ്പാടുണ്ട്. എല്ലാ ജീവജാലങ്ങളോടുമുണ്ട്. കുട്ടികളോട് മാതാപിതാക്കൾക്ക് കടമകൾ ഉള്ളതുപോലെ മാതാപിതാക്കളോടും മക്കൾക്കും കടമകളും കടപ്പാടുകളും. ഭാര്യയ്ക്ക് ഭർത്താവിനോട് കടമകളും കടപ്പാടുകളും ഉള്ളതുപോലെ ഭർത്താവിന് ഭാര്യയോടും കടമകളും കടപ്പാടുകളും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഏതെല്ലാം കടമകളുണ്ടോ കടപ്പാടുകളുണ്ടോ ഈ കടമകളെല്ലാം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മക്കളോട് ധാരാളം കടമകൾ മുസ്ലിം സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരിമാർക്കും ഉണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അഥവാ മാതാപിതാക്കൾക്കും, മുസ്ലിമീങ്ങളാകുന്ന ഉപ്പ, മുസ്ലിമീങ്ങളാകുന്ന പ്രിയപ്പെട്ട ഉമ്മ, രണ്ടുപേരും മക്കളോടുള്ളതാകുന്ന കടമകളും കടപ്പാടുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമുക്കറിയാം, രണ്ടാം ഖലീഫയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അല്ലയോ ഉമർ തങ്ങളെ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടിയെ വിളിച്ചു. കുട്ടിയുടെ പിതാവ് ചാരത്ത് നിൽക്കുമ്പോൾ തന്നെ ആ കുഞ്ഞുമോനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, യാ ഗുലാം അമാ തഖാഫുല്ലാഹ ഫീ ഉഖൂഖിൽ വാലിദൈൻ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലയോ? അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലയോ? വാപ്പ വന്നുകൊണ്ട് മകനെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പരാതിപ്പെടുകയാണ്. ഖലീഫയാകുന്ന അമീറുൽ മുഅ്മിനീനോട് പരാതിപ്പെടുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ ഇന്ന ഇബ്നി ഹാദാ യഅഖുനി. അല്ലയോ അമീറുൽ മുഅ്മിനീനെ, മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ, എന്റെ ഈ മകൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് വന്ന് പറഞ്ഞപ്പോ ഉപ്പയെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങളുടെ മകനെവിടെ? ആ മകനെ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരുക. മകനെ ഇതാ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുട്ടിയോട് ചോദിക്കുകയാണ്, യാ ഗുലാം, അല്ലയോ പൊന്നുമോനെ, പൊന്നുമോനെ, അമാ തഖാഫുല്ലാഹ ഫീ ഉഖൂഖിൽ വാലിദൈൻ.
മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലയോ? അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലയോ? ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ അല്ലാഹുവിനെ പേടിക്കുന്നില്ലയോ? വമിൻ ഹുഖൂഖിൽ വാലിദൈനി കദാ വകദാ. മാതാപിതാക്കളോടുള്ള കടമകൾ അത് ഇന്നതൊക്കെയാണെന്ന് എണ്ണി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് കുട്ടി ഒരു ചോദ്യം ചോദിക്കുന്നത്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ, ഖലീഫയായവരെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ലിൽബിനി അലൽ വാലിദൈനി ഹഖ്ഖുൻ, മാതാപിതാക്കളുടെ മേൽ മക്കളോട് വല്ല ബാധ്യതയുമുണ്ടോ? മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ബാധ്യതകൾ മക്കളോടുണ്ടോ? പറഞ്ഞു തരണേ, പറഞ്ഞു തരണേ. നിങ്ങൾ ഇതുവരെ പറഞ്ഞത് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളാണ്. അതൊക്കെ ശരി, ഓക്കെ, ഞാനതൊക്കെ ശ്രദ്ധിച്ചോളാം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യവും, മാതാപിതാക്കളുടെ മേൽ മക്കളോട് വല്ല കടമയുമുണ്ടോ, ബാധ്യതയുണ്ടോ? പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമായ ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നഅം സലാസതു ഹുഖൂഖ്, 3 കടമകളുണ്ട്, 3 ബാധ്യതകളുണ്ട്. ഈ ബാധ്യതകളെ ശ്രദ്ധിക്കാതെ പോകരുതേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. മഹാനവറുകൾ 3 എണ്ണം എണ്ണി പറയാൻ നല്ലതുപോലെ ശ്രദ്ധിക്കണേ. ആ 3 എണ്ണം നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. ഈ സദസ്സിൽ അതിനുള്ളിൽ ഇൻഷാ അല്ലാഹ് സ്ത്രീകൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചതല്ലയോ സ്വഹാബത്ത് പറയുകയുള്ളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ലോകത്തോട് പറയുകയാണ്, അയ്യസ്തൻജിബ ഉമ്മഹു ഐ അല്ലാ യതസവ്വജ ഇംറഅതൻ ദനിആ. പുരുഷ ചെറുപ്പക്കാരാ, സഹോദരാ, നീ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ നീ തിരഞ്ഞെടുക്കണേ, തിരഞ്ഞെടുക്കണേ. അയ്യസ്തൻജിബ ഉമ്മഹു, പൊന്നുമോനെ, പൊന്നുമോനെ, നീ എന്നോട് ചോദിച്ചത് മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയുണ്ടോ, ബാധ്യതയുണ്ടോ? ഉണ്ട് മോനെ. ആദ്യമായി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, അയ്യസ്തൻജിബ ഉമ്മഹു, കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കേണ്ടത് ഉപ്പയാണ്, ഉപ്പയാണ്. അഥവാ ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യമാ, വധുവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. സാലിഹത്തായ പെണ്ണിനെ വേണം നീ വിവാഹം കഴിക്കാനെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഐ അല്ലാ യതസവ്വജ ഇംറഅതൻ ദനിഅ, താഴ്ന്ന കുടുംബത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട പെണ്ണ്. റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് റോഡിൽ എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചുകൊണ്ടിരിക്കുന്നതായ ബംഗാളിയെ കണ്ടു. ബംഗാളി പെണ്ണാണ്, ആയിക്കോട്ടെ, കാണാൻ നല്ല രസമുണ്ട്. വിളിച്ചുകൊണ്ട് പോയിട്ട് തള്ളവരിൽ വിളിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ട് ഒപ്പിട്ട് ആഹത്തായിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടി റെഡിയായി. പെണ്ണ് നല്ല കാണാൻ നല്ല രസമുണ്ട്, നല്ല മുഞ്ചത്തിയാണ്. പക്ഷെ മതമേതാണ്, ദീനേതാണ്, പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കുന്നവളാണോ, അവരുടെ കുടുംബ മഹിമ ഏതാണ്, ഇതൊന്നും നോക്കുന്നില്ല, ഒരു കുഫുവും നോക്കുന്നില്ല. പെണ്ണ് നല്ല വെളുപ്പുണ്ട്, ചൊറുക്കുണ്ട്, മൊഞ്ചത്തിയാണെന്ന് കണ്ടപ്പോ അപ്പോഴേ അടുത്ത വണ്ടിയിൽ വിളിച്ചു കയറ്റി, വിവാഹം കഴിച്ചേക്കാം, പോയിട്ട് വിവാഹം കഴിക്കാം. ഏത് ചൈനക്കാരി ആയിക്കോട്ടെ, ഇന്നലെയും പത്രത്തിൽ കണ്ടു, ഒരു ചൈനക്കാരി ഒരു മനുഷ്യൻ വിവാഹം കഴിക്കും. എവിടെന്നെങ്കിലൊക്കെ പെണ്ണ് കെട്ടുക എന്നുള്ള ലക്ഷ്യം.
ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. കൗമാരപ്രായത്തിൽ നിങ്ങൾ നടത്തുന്ന പ്രണയ ജോലികളില്ലയോ, പരിശുദ്ധ ദീൻ അംഗീകരിച്ചതാണോ, ശ്രദ്ധിക്കണേ. നിങ്ങൾ മാതാപിതാക്കളാകുന്ന ഒരു കാലഘട്ടം കടന്നവരും, അഥവാ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബൃഹത്തായ ലോകത്തേക്ക് കുട്ടികളെ സമ്മാനിക്കുമ്പോ ആ കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. നിങ്ങൾ സാലിഹത്തായ പെണ്ണിനെയാണ് വിവാഹം കഴിക്കാതിരുന്നത് എങ്കിൽ ഉപ്പാ നീ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. പെങ്ങളെ, പെങ്ങളെ, മുസ്ലിമത്തായ പെണ്ണേ, കോളേജിൽ പഠിക്കുന്ന പെണ്ണേ, അല്ലയോ സഹോദരി, നീ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. സാലിഹായ പുരുഷനെ നീ വിവാഹം കഴിക്കാതിരുന്നാൽ നിനക്ക് ഉണ്ടാകുന്നതാകുന്ന കുട്ടിയില്ലയോ, ആ കുട്ടിയോട് ചെയ്യുന്നതായ ഹഖിന്റെ ബാധ്യതയിൽ നീ വീഴ്ച വരുത്തിയവളാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എവിടെന്നെങ്കിലൊക്കെ പെണ്ണ് കെട്ടി എങ്ങനെയെങ്കിലൊക്കെ റാഹത്താക്കുക, അതല്ല. അത് കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അവരോടുള്ള ഒരു കടമയുണ്ട്, ബാധ്യതയുണ്ട്, അത് നിറവേറ്റാത്തവനാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കാമി പറയുന്ന അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇയ്യാകും വഖളറാ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ഖളറാഉദ്ദമനിനെ സൂക്ഷിക്കണേ. നബിയുനാ റസൂലുള്ളാഹി ഖാലൂ വമാ ഖളറാഉദ്ദമനി യാ റസൂലല്ലാഹ്. എന്താണ് നബിയേ, നബിയേ ഖളറാഉദ്ദമൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ, പറഞ്ഞു തരണേ റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അൽ മർഅത്തുൽ ഹസന ഫി മംബതി സൂ. സുന്ദരിയായ പെണ്ണാണ്, സുന്ദരിയായ പെണ്ണാ, കുപ്പത്തൊട്ടിയിൽ വളർന്ന പെണ്ണാണ്, കുപ്പത്തൊട്ടിയിലൂടെ കടന്നു വന്ന പെണ്ണാണ്. ഏതെങ്കിലും മോശപ്പെട്ടതാകുന്ന തരത്തിലുള്ള പെണ്ണിനെ എടുത്തുകൊണ്ടുപോയി വിവാഹം കഴിക്കരുതേ, കഴിക്കരുതേ. അന്യമതത്തിൽപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ അന്യമതത്തിൽപ്പെട്ട പെണ്ണിനെ വേലി കഴിക്കുന്നവരില്ലയോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. പാടില്ല, പാടില്ല, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നിന്റെ മകനോട് മകളോട് ചെയ്യുന്ന ക്രൂരതയാണ്, അവരോടുള്ള ബാധ്യത നിർവഹിച്ചവരല്ല എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി അയ്യസ്തൻജിബ ഉമ്മഹു ഐ അല്ലാ യതസവജ ഇംറഅതൻ ദനിയാ. മോശപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കാൻ പാടില്ല. ക്യാമ്പസുകളിലുള്ള പ്രണയം ഒക്കെ പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. ഹറാമായ നോട്ടങ്ങൾ, നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കണ്ണിനെ നമ്മൾ ശ്രദ്ധിക്കണം. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കുന്നത് ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമാണ് വ്യഭിചാരമെന്ന്. അങ്ങനെയല്ലല്ലോ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അൽഐനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നളുറു വല്ലദാരി തസ്നിയാൻ ഫസിനാഹുമാ അൽബതുഷു. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സഹാബ. കണ്ണുകൊണ്ട് ഹറാമ കാണരുതേ, ഹറാമായത് ദർശിക്കരുതേ. അന്യപുരുഷനിലേക്കുള്ള പെണ്ണേ, മുസ്ലിമത്തായ പെണ്ണേ, നിന്റെ നോട്ടമുണ്ടല്ലോ, അത് ഹറാമായ നോട്ടമാണ്. നബിയുനാ റസൂലുള്ളാഹി അന്യ സ്ത്രീയിലേക്കുള്ള പുരുഷന്റെ നോട്ടമില്ലയോ, അത്
ഹറാമായ നോട്ടമാണ്, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അൽ ഐനാനി തസ്നിയാൻ, രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബ. കണ്ണുകളുടെ വ്യഭിചാരം അന്യ പുരുഷനിലേക്കുള്ള സ്ത്രീയുടെ നോട്ടമാണ്, അന്യ സ്ത്രീയിലേക്കുള്ള പുരുഷന്റെ ഹറാമായ നോട്ടമാ, അത് വ്യഭിചാരമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് കണ്ണിന്റെ വ്യഭിചാരം. ആദരമായ സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാ വിഭവങ്ങൾക്കും പറയുമ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് പോകും. വല്ലുദനാനി തസ്നിയാൻ ഫസിനാഹുമാ അസ്സമഉ, രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ, കാതുകൾക്ക് വിചാരമുണ്ട് സാബ. കാതിന്റെ വിചാരം ഹറാമായ ഭാഷണം കേൾക്കലാണ്. വല്ലിസാൻ, നാവിന് വിചാരമുണ്ട് സാബ, നാവിന്റെ വിചാരം സൗന്ദര്യമുള്ള ഭാഷണം നടത്തലാണ്, മധുരിതമാകുന്ന ഭാഷണം നടത്തലാണ്. പാതിരാത്രി സമയത്ത് തന്റെ ഭർത്താവ് അറിയാതെ കാമുകന്മാരുമായി ചാറ്റിംഗ് നടത്തുന്നവരില്ലയോ? ഫേസ്ബുക്കിൽ വർത്തമാനം പറയുന്നവരില്ലയോ? മെസ്സഞ്ചറിലൂടെ സെഞ്ച് മെസ്സേജുകൾ അയക്കുന്നവരില്ലയോ? വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നവരില്ലയോ? എത്രയോ മുസ്ലിം സഹോദരിമാര് കാതുകൾ മലീമസപ്പെടുത്തുന്നവരാണ്. പാതിരാത്രി സമയത്ത് അശ്ലീലത കേൾക്കുന്ന മുസ്ലിമേ, അന്യ പുരുഷന്റേതാകുന്ന ഭാഷണങ്ങൾ കാതുകൾ കൊടുത്തുകൊണ്ടുള്ള കേൾവിയില്ലയോ? അത് കാതിന്റെ വ്യഭിചാരമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്യരാക്കപ്പെട്ട പുരുഷന്മാരുമായി നേരം വെളുക്കുന്നത് വരെയുള്ള സ്വറവർത്തമാനങ്ങളില്ലയോ? മോശപ്പെട്ട വർത്തമാനങ്ങൾ, അത് നാവിന്റെ വ്യഭിചാരമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയോ ആളുകളുണ്ട് യൂട്യൂബിലുണ്ടല്ലോ, നിങ്ങൾ നോക്കിയാൽ കാണാം എത്രയോ അശ്ലീല കോളുകൾ കിടക്കുന്നത് കാണാം. മുസ്ലിം സഹോദരികളുടെ, മുസ്ലിം സഹോദരിമാരുടെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ പോയി ലോകം അശ്ലീലമായ ഭാഷണങ്ങൾ, അശ്ലീലത കൊണ്ടുള്ള ഭാഷണങ്ങൾ, എത്രയോ മണിക്കൂറുകൾ നീണ്ടു നേരം വെളുക്കുന്നവരെ സംസാരിക്കുന്നവർ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചുണ്ടിന് വ്യഭിചാരമുണ്ട് സാബ, വശഫതാനി തസ്നിയാൻ ഫസിനാഹുമാ അൽഖുബലു. ചുണ്ടവന്റെ വ്യഭിചാരം അന്യ പുരുഷനിലേക്കുള്ള പെണ്ണിന്റെ ചുംബനമാണ്. അന്യ സ്ത്രീയിലേക്കുള്ള പുരുഷന്റെ ചുംബനമാണ്. ചുണ്ടുകൾക്ക് കൊണ്ട് നീ ഒരു ചുംബനം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് ചുണ്ടിന്റെ വ്യഭിചാരമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ അവയവങ്ങൾക്കും. അപ്പൊ കാതുകൊണ്ട് ഭാഷണം നടത്തുക, കാതുകൊണ്ട് മോശപ്പെട്ട വർത്തമാനങ്ങൾ കേൾക്കുന്നവർ, നാവുകൊണ്ട് മോശപ്പെട്ട ഭാഷണം നടത്തുന്നവർ, കൈകൊണ്ട് ഹറാമായ സ്ഥലത്തേക്ക് പിടിക്കുന്നവർ. വല്ലദാനി തസ്നിയാൻ ഫസിനാഹുമാ അൽബതുഷു, രണ്ട് കൈകൾക്കും വ്യഭിചാരമുണ്ട് സാബ. വ്യഭിചാരം ലൈംഗിക അവയവങ്ങൾ തമ്മിൽ മാത്രമല്ല, രണ്ട് കൈകൾക്കും വ്യഭിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അൽബതുഷു, ഹറാമായ സ്ഥലത്തേക്കുള്ള പിടുത്തമാണ്. നിനക്ക് അല്ലാഹു അനുവദിക്കപ്പെടാത്ത രീതിയിലുള്ള നിന്റെ ചെയ്തികളില്ലയോ? കൈകൊണ്ടുള്ള മോശമായ പ്രവർത്തനമില്ലയോ? അത് കൈയുടെ വ്യഭിചാരമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വരിജ്ലാനി തസ്നിയാൻ, രണ്ട് കാലുകൾക്ക് വ്യഭിചാരമുണ്ട് സാബ. ഹറാമായ തലത്തിലേക്കുള്ള കാലുകൊണ്ടുള്ള നിന്റെ നടത്തമുണ്ടല്ലോ, യാത്രയുണ്ടല്ലോ, അത് കാലിന്റെ വ്യഭിചാരമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. ഹറാമായ ഭാഗത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല, ഹറാമായ ഭാഗത്തേക്ക് പോകാൻ പാടില്ല. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു വ്യഭിചാരം എന്നുള്ള ഒരു വിഷയം അതുമായി ഒരുപാട് പറയാനുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല.
കൈകൊണ്ട് മാന്ത്രിക്കുന്നവർ അല്ലേ? നമ്മളിപ്പോ എത്രയോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ എത്രയോ ആളുകൾ ഷെയർ ചെയ്ത വീഡിയോകൾ കാണുന്നുണ്ട്. ചില ആളുകൾ പോയിരുന്നിട്ട് ലൈവ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത സീറ്റിൽ ബസ്സിൽ നിൽക്കുന്ന സ്ത്രീയുടെ ശരീരത്തിലേക്ക് പിടിക്കുന്നത് ഒക്കെ മാറി, അല്ലെങ്കിൽ ട്രെയിനിൽ മുകളിലത്തെ സീറ്റിൽ നിന്ന് താഴോട്ട് ക്യാച്ച് ചെയ്ത് പിടിക്കുന്നത്, ഇതൊക്കെ എടുത്ത് ലൈവ് ചെയ്തിടുക. പ്രതികരിക്കാൻ നാവുണ്ടായിട്ടും കൈയുണ്ടായിട്ടും പ്രതികരിക്കുണ്ടാവൂല. ചിലപ്പോ ഇങ്ങനെയൊക്കെ പലരും പ്രതികരിക്കുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യുന്ന ആളുകൾ അവരറിയുന്നില്ലല്ലോ ഏറ്റവും മോശപ്പെട്ട രീതിയാണ് ഈ പോക്ക് എന്ന് അറിയുന്നില്ല. ക്യാമ്പസുകളിലൊക്കെ ഉള്ള പ്രണയം എന്താ? ഇത് തന്നെയല്ലേ? തൊട്ടും തലോടിയോട്ടും ഏതെങ്കിലും ഒക്കെ മലമ്പുഴ ഡാമിന്റെ ഒരു ഭാഗത്ത് പോയിരിക്കുക, രണ്ടു ഭാഗത്ത് തലോടിയിട്ട് തിരിച്ചു വരിക. 30 രൂപ 40 രൂപ കൊടുത്താൽ കയറി അകത്ത് പോയിരിക്കുക, വൈകുന്നേരം വരെ തലോടിയിട്ട് തിരിച്ചു വരാം. പഠിക്കാൻ പോയതാ, കുട്ടികളെ പഠിക്കാൻ വേണ്ടി പാലക്കാട് ടൗണിലോട്ട് വിട്ടതാ. എങ്ങനെയാ പഠിക്കുന്നത്? ഈ കോലത്തിലാണ് പഠിത്തം. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹും ഉൾപ്പെടുത്തട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അന്നമൻ വദഅ യദഹു അലമറ ലാ തഹില്ലു ലഹു ബിസഹവാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരെങ്കിലും അന്യ പെണ്ണിലേക്ക് അവന്റെ കൈയൊന്ന് വെച്ചു കഴിഞ്ഞാൽ, അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്കൊന്ന് കൈയൊന്ന് അമർത്തി കഴിഞ്ഞാൽ, ജാഅ യൗമൽ ഖിയാമ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് അവൻ കടന്നു വരുന്നത്, വയദാഹു മഹ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി, അവന്റെ രണ്ട് കൈകളും പെരടിയിലേക്ക് വെച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിലായിരിക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കൈയും പെരടിയിലേക്ക് വെച്ച് കെട്ടി ചങ്ങല കൊണ്ട് കെട്ടിയിട്ടുണ്ടാവും. ഈ ദുനിയാവിൽ എന്താ ഇവൻ ചെയ്തത്? ബസിന്റെ സീറ്റിൽ ഇരുന്നിട്ട് പെണ്ണിനെ ഇങ്ങനെ പിടിച്ചതാ, അല്ലെങ്കിൽ അവിടെ തൊട്ട് ഇവിടെ തൊട്ടതാ. ആയിക്കോട്ടെ, എന്താ ആയിക്കോട്ടെ, ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് തന്നെ പറയുന്നത്. ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിച്ചു. ആയത്തു ഹദീസും വേറെ ഉണ്ട് വിചാരത്തെ കുറിച്ച്. പക്ഷെ ഇത് തന്നെ പറയുന്നത് എന്താ? ഇതാ ഇന്ന് കൂടുതൽ. തലോടിയാ കുഴപ്പമൊന്നുമില്ല, തൊട്ടാ കുഴപ്പമൊന്നുമില്ല, ബസ്സിൽ കയറുമ്പോ ഒന്ന് ഒരസിയാ കുഴപ്പമില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. നല്ലതുപോലെ ശ്രദ്ധിച്ചു. അതിന് നിന്നു കൊടുക്കുന്ന സ്ത്രീകളും ഉണ്ടാകും. നല്ലതുപോലെ ശ്രദ്ധിച്ചു. അതൊന്നും വിഷയമല്ല. വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരിക ബന്ധപ്പെടൽ മാത്രമാണ് എന്ന് കരുതുന്നവരുണ്ട്. അല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജാഅ യൗമൽ ഖിയാമ വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് അവനെ കൊണ്ടുവരുകയാണ്. അവന്റെ രണ്ട് കരങ്ങളും പെരടിയിലേക്ക് വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഫൈൻ ഖബ്ബലഹാ قرضت شفتاه بمقرض النار. സ്വന്തമായി ഭാര്യ ഉണ്ടായിട്ട് പോലും അന്യ പെണ്ണിലേക്ക് താല്പര്യം വെക്കുന്ന മുസ്ലിമേ, സ്വന്തമായിട്ട് ഭർത്താവ് ഉണ്ടായിട്ട് പോലും അന്യ പുരുഷനിലേക്ക് താല്പര്യം വെക്കുന്ന പെണ്ണേ, പഠിച്ചു വെക്കണേ. അവൻ അവളെ ചുംബിച്ചു കഴിഞ്ഞാൽ അവരുമായി നടത്തിയിട്ടുണ്ട് എങ്കിൽ നരകത്തിൽ വെച്ചുകൊണ്ട് പഴിപ്പിക്കപ്പെട്ടതായ ചൂടാക്കപ്പെട്ട കത്രിക കൊണ്ട് അവരുടെ ചുണ്ടുകളെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുറിച്ചു മാറ്റുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫാന്റസി പാർക്കിൽ പോയിരുന്നിട്ടാകട്ടെ, മലമ്പുഴ ഡാമിലേക്ക് പോയിട്ടാകട്ടെ, പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും കോളേജിൻ്റെതാകുന്ന തണല് പറ്റിയിട്ടാകട്ടെ, ഏതെങ്കിലും പാർക്കിലോ മാളിലോ വീടിന്റെ പിന്നാമ്പുറത്ത് പോയിരുന്നിട്ടാകട്ടെ, സ്വന്തം ഭർത്താവല്ലാത്തവർക്ക് വേണ്ടി ശരീരം മുഴുവനെ തുറന്നിട്ട് കൊടുക്കാൻ തയ്യാറായ പെണ്ണെ, അവരുമായിട്ടൊരു ചുംബനം നടത്തിയാൽ തന്നെ നാളെ പാരത്രിക ലോകത്ത് കടന്നു ചെല്ലുമ്പോ നിനക്ക് കിട്ടുന്ന ശിക്ഷയാണ്. സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ നിന്റെ ചുണ്ടുകളെ വലിച്ചു നീട്ടുകയാണ്.
നരകത്തിലെ കത്രി കൊണ്ട് ചൂടാക്കപ്പെട്ട കത്രി കൊണ്ട് ചുണ്ടുകൾ മുറിച്ച് മാറ്റുമത്രേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫൈൻ സനാ ബിഹാ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തശ്ഹദു അദമു ഫഖദിഹിൽ യുസ്റാ ഇടതുകാലിന്റെ തുടയല്ല അല്ലാഹുവിന്റെ ദർബാറിൽ എതിരായി സാക്ഷി നിൽക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആനിലെ യാസീൻ സൂറത്ത് അത് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുകയല്ലയോ? ഈ ദുനിയാവിലെ കളവ് പറയുന്ന നാവിനെ നാളെ പാരത്രിക ലോകത്ത് കടന്നു ചെല്ലുമ്പോ ഈ നാവ് കൊണ്ട് ആവശ്യമില്ല അള്ളാന്റെ ദർബാറിലേക്ക് എത്തുമ്പോ ഈ നാവിനെ സീൽ വെക്കപ്പെടുകയാണ്. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ أيديهم وتشهد أرجلهم بما كانوا يكسبون. ഈ ദുനിയാവിൽ നാവ് കൊണ്ട് മോശം പറഞ്ഞു നടന്ന മനുഷ്യ, കളവ് പറഞ്ഞു നടന്ന മനുഷ്യ, നാളെ നിനക്ക് കള്ള സാക്ഷി നിൽക്കാൻ പറ്റുകയില്ല. ഈ നാവിനെ അല്ലാഹുവിന്റെ ദർബാറിൽ എത്തുമ്പോൾ സീൽ ചെയ്യുകയാണ്. അല്ലാഹു പറയുകയാണ്, അന്ന് നമ്മളോട് ഭാഷണം നടത്തുക. കൈക്ക് അല്ലാഹു സംസാരശേഷി ഇട്ട് നൽകുകയാണ്. കൈകളാണ് റബ്ബിനോട് പറയുന്നത്. നിന്റെ നമസ്കാരത്തെ കുറിച്ച്, നിന്റെ നോമ്പിനെ കുറിച്ച്, നിന്റെ സക്കാത്തിനെ കുറിച്ച്, നിന്റെ ഹജ്ജിനെ കുറിച്ച്, നിന്റെ സുഹൃതങ്ങളെ കുറിച്ച്, നീ വന്നു ചേർന്നതാകുന്ന ദീനിന്റെ സർവ്വ സദസ്സുകളെ കുറിച്ചല്ല നിന്റെ വലത് കൈ അല്ലാഹുവിനോട് പറയുമ്പോ നിന്റെ വലത് കാലിന്റെ തുടയല്ല അല്ലാഹുവിനോട് അനുകൂലമായി സാക്ഷി നിൽക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിന്റെ നമസ്കാരം ഇല്ലാത്തതിനെ കുറിച്ച്, നീ നോമ്പ് പിടിക്കാത്തതിനെ കുറിച്ച്, നീ സക്കാത്ത് കൊടുക്കാത്തതിനെ കുറിച്ച്, നീ ഹജ്ജ് ചെയ്യാത്തതിനെ കുറിച്ച്, നീ പാവങ്ങളുടെ കണ്ണീരൊപ്പാത്തതിനെ കുറിച്ച്, നീ നിരാലംബര കവലമാകാത്തതിനെ കുറിച്ച്, നീ ആലിമീങ്ങളെ ബഹുമാനിക്കാത്തതിനെ കുറിച്ച്, നീ മുത്തഅല്ലിമീങ്ങളെ ബഹുമാനിക്കാത്തതിനെ കുറിച്ച്, നീ പാവങ്ങളുടെ കണ്ണീരൊപ്പാത്തതിനെ കുറിച്ച്, നിന്റെ കള്ളുകുടിയെ കുറിച്ച്, നിന്റെ വിചാരത്തെ കുറിച്ച്, നിന്റെ മോശപ്പെട്ട പരിശുദ്ധികൾ ഉൾപ്പെടെ നിന്റെ ഇടത് കൈ റബ്ബിനോട് വിളിച്ചു പറയുമ്പോ തശ്ഹദു അദമു ഫഖദിഹിൽ യുസ്റാ ഇടത് കൈ തെറ്റുകൾ വിളിച്ചു പറയുമ്പോ നിന്നെ ഇടത് കാല് അതിന് അനുകൂലമായി സാക്ഷി നിൽക്കുമേ. ശരിയാണ് അല്ലാഹ്, ഇവൻ കള്ളു കുടിച്ചവനാണ്, ഇവൻ വ്യഭിചരിച്ചവനാണ്, ഇവൻ പലിശ തിന്നവനാണ്, ഇവൻ ഹറാമ് പുതിച്ചവനാണ്, ഇവൻ മോശപ്പെട്ട ബ്ലൂ ഫിലിം കണ്ടുകൊണ്ട് നടന്നവനാണ്, ഇവൻ സിനിമാ പാട്ടുകൾ കടിമപ്പെട്ടവനാണ്, ഇവന് പാതിരാത്രി സമയം കഴിഞ്ഞാലും അശ്ലീലമാക്കപ്പെട്ട ചുവയുള്ള സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് കാതുകളെ മലീമസപ്പെടുത്തിയവനാണ് അല്ലാഹ്. ഇടത് കൈ വിളിച്ചു പറയുമ്പോ ഇടത് കാല് സാക്ഷ്യം നിൽക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അന്യ പെണ്ണുമായി വ്യഭിചരിച്ചവരെ, അന്യ പെണ്ണുമായി ചുംബനം നടത്തിയവരെ, അന്യ പുരുഷനുമായി ചുംബനം നടത്തിയ പെണ്ണേ, വ്യഭിചരിച്ച പെണ്ണേ, നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ നിന്റെ നാവിനെ സീൽ വെക്കുകയാണ്. നിന്റെ കൈകൾ റബ്ബിനോട് പറയുകയാണ്, വ്യഭിചരിച്ചു അല്ലാഹ്, ഇന്ന പറമ്പിൽ വെച്ചാണ് അല്ലാഹ്, വ്യഭിചരിച്ചു അല്ലാഹ്, ഇന്ന മാളിൽ വെച്ചാണ് അല്ലാഹ്, വ്യഭിചരിച്ചു റബ്ബേ, ഇന്ന പറമ്പിൽ വെച്ചാണ് അല്ലാഹ്, ഇന്ന വീടിന്റെ പിന്നാമ്പുറത്തിന്റെ ഫ്ലാറ്റിൽ വെച്ചാണ് അല്ലാഹ്, ഇന്ന ഹോട്ടൽ റൂമിൽ വെച്ചാണ് അല്ലാഹ്. ഇടത് കൈ വിളിച്ചു പറയുമ്പോ തശ്ഹദു അദമു ഫഖദിഹിൽ യുസ്റാ
ഇടത് കാല് അല്ലാഹുവിനോട്, ഇടത് കാലിന്റെ തുടയല്ല അല്ലാഹുവിനോട് സാക്ഷ്യം നിൽക്കുമേ, അനുകൂലമായി സാക്ഷി നിൽക്കുകയാണ്. കൈ പറഞ്ഞതിനോട് അനുകൂലമായി ശരിയാണ് റബ്ബേ, ഇവൻ വ്യഭിചരിച്ചവനാണ് അല്ലാ, ഇവന്റെ ലൈംഗിക അവയവത്തോട് ചേർന്നിട്ടുള്ള അവയവമാണ് ഞാൻ, ഇവനെ പറയുന്നത് ശരിയാണ്, ഈ കൈ പറഞ്ഞത് ശരിയാണ് എന്ന് കൈ പറയുന്ന വാക്കിനോട് അന്യർത്ഥമാക്കിക്കൊണ്ട് നിന്റെ ഇടതുകാലിന്റെ തുടയല്ല അല്ലാഹുവിനോട് സാക്ഷ്യം പറയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിനൊക്കെ സംഭവിക്കാൻ പോവാൻ, ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് നിസ്സാരമായ കാര്യമായി കാണരുത് വ്യഭിചാരം. ഇപ്പൊ ക്യാമ്പസുകളിലൊക്കെ അത്തരത്തിലുള്ള തലോടലും ഒക്കെ കഴിഞ്ഞിട്ടൊരു പെണ്ണ്, ആ പെണ്ണ് പിന്നെ വിവാഹം കഴിക്കാണ്. ഏത് പെണ്ണ്? ഒരു പുരുഷനെ വിവാഹം കഴിച്ചു. ഈ തലോടിയതാകുന്ന ചെറുപ്പക്കാരൻ നേരത്തെ തന്നെ പല തലോടലും വ്യഭിചാരവും ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ആ രീതിക്ക് വിവാഹം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും ആ മക്കളോട് ചെയ്യുന്ന ബാധ്യതയിൽ ഒന്നിൽ തന്നെ പിഴച്ചു. മക്കള് സാലിഹായി തീരാനാണല്ലോ നമ്മൾ എല്ലാ സദസ്സിലും ദുആ ചെയ്യിപ്പിക്കുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിദീങ്ങളിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ കട്ടി പോരല്ലോ. അല്ലാഹു സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നു ഇൻഷാ അല്ലാഹ്. അന്നത്തെ നല്ല നിയ്യത്തിൽ നമ്മൾ എല്ലാവരും ബക്കറ്റിൽ നിക്ഷേപിക്കുന്നത് തന്നെ ആയിക്കോട്ടെ. മക്കളെ സാലിഹായി തീരാന്നുള്ള നിയ്യത്ത് അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, പാരത്രിക ലോകത്തെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, പാരത്രിക ലോകത്തെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും സർവ്വവസ്തുക്കളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ റബ്ബേ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ, മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ അല്ലാ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ നീ കബൂലാക്കണേ റബ്ബേ. അവരോടുള്ള കടമകൾ ബാധ്യതകൾ പാലിച്ചവരായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തിൽ കൊടുക്കുക. നല്ല നിയ്യത്താണ് അൽഹംദുലില്ലാഹ് ഇതിന്റെ പ്രവർത്തകർ ബദരിയ റിലീഫ് കമ്മിറ്റിക്കുള്ളത്. 6 വർഷമായി നമ്മുടെ ഈ നാടിന് എല്ലാവർക്കും വ്യക്തമായി തിരിച്ചറിവുള്ളതാണ് ഈ സംഘടനയെ കുറിച്ച്. 33ഓളം സ്ത്രീകൾക്ക് അൽഹംദുലില്ലാഹ് പാവപ്പെട്ടതാകുന്ന സഹോദരിമാർക്ക് ഖൈറായ നിലയ്ക്ക് വിവാഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ വിജയം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ റമദാന് റിലീഫ് പ്രവർത്തനം നടത്തുന്നുണ്ട്. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ അവർ കർമ്മോത്സുകരാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിനുവേണ്ടി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നല്ല നിയ്യത്താണ് ഇവർക്കെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമെങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് നൽകി അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് ദുആ നടത്തുന്നതിന് മുമ്പായി 1 പവൻ, 1/2 പവൻ, 1/4 പവൻ, 1/4 പവനൊക്കെ വെച്ച് നൽകുന്ന സഹോദരിമാർ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന തുകകൾ പൈസയായി കൊടുക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവരും ഇൻഷാ അല്ലാഹ് അത് നൽകണം. നല്ല ലക്ഷ്യങ്ങൾ എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് കൊടുക്കണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വാദ ഇൻഷാ അല്ലാഹ് തുടരുകയാണ്. ഇടയിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ കൊടുക്കുന്നവർ വന്നു അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിച്ചോളൂ ഇൻഷാ അല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് ഒന്നാമത്തെ തന്നെ അയ്യസ്തൻജിബ ഉമ്മ, വലിയ അർത്ഥമാർത്തിയുള്ള ഒരു വാക്കാണ്. അത് തന്നെ നമുക്ക് ദിവസങ്ങളോളം പറയേണ്ടത്. അഥവാ ഒരു ഭർത്താവ് ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോ, ഒരു ചെറുപ്പക്കാരൻ ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ സാലിഹത്തായിരിക്കണം. അതേപോലെ തന്നെ പെണ്ണും
പെണ്ണൊരു ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കട്ടെ, നിന്റെ പെണ്ണ് നിന്റെ മകളുടെ വിവാഹം നടത്താൻ വേണ്ടി തയ്യാറെടുക്കുന്നതാകുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ആ പെണ്ണിന് കെട്ടിച്ചു കൊടുക്കുന്നതാകുന്ന ഏതൊരു ചെറുപ്പക്കാരനാണോ അവന് നല്ല സാലിഹായിരിക്കണം. ഇല്ലെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്, ബാധ്യത നിർവഹിക്കാത്തവരാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. വലിയൊരു വിഷയമാണ് കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കണേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വഅൻ യുഹസ്സിന ഇസ്മഹു വഅൻ യുഹസ്സിന ഇസ്മഹു. രണ്ടാമതായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുട്ടിയുടെ പേര് നന്നാക്കണേ, നന്നാക്കണേ, കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കണേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കണം, സാലിഹായ പേരായിരിക്കണം, സാലിഹത്തായ പേരായിരിക്കണം നൽകുന്നത്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും രണ്ടുപേരും. മക്കള് സാലിഹായി തീരണമെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തുടക്കം മുതലേ ശ്രദ്ധിക്കേണ്ടത്. നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് മുഴുവനും ഖുർആനും ഹദീസും വെച്ചിട്ടാണ്. വേറെ നമ്മൾ കളിതമാശയോ പാട്ടോ വേറെ ഒന്നും കോമഡി ഒന്നും പറഞ്ഞ സമയം കളയുന്നില്ല. ഒന്നും അല്ലല്ലോ നമുക്ക് വിഷയം. അവിടെ നല്ലതുപോലെ ശ്രദ്ധിക്കുക, ഇൽമുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടൂല, കറക്റ്റ് 11 ആകുമ്പോൾ ഞാൻ ദുആയിലേക്ക് ഒരുപാട് നീട്ടു, കറക്റ്റ് 2 മണിക്കൂർ, അതിൽ കൂട്ടൂല. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹു തൗഫീഖ് തരട്ടെ. കുട്ടികൾ സാലിഹായി തീരണമെങ്കിൽ നമ്മൾ തുടക്കത്തിലേ തന്നെ ശ്രദ്ധിക്കണം, ആദ്യം മുതലേ ശ്രദ്ധിക്കണം. ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയം മുതൽ ശ്രദ്ധിക്കണം. അവിടെയല്ല, അതിനു മുമ്പ് ശ്രദ്ധിക്കണം. നിന്റെ ഭാര്യ ആദ്യം കണ്ടുമുട്ടുമ്പോ പുതിയാപ്പള പുതിയ പെണ്ണിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ചെല്ലണമെന്നാണ്. ആദ്യമായി കണ്ടുമുട്ടിയാൽ ഫസ്റ്റ് പെണ്ണിന്റെ തലയിലേക്ക് മൂർധാവിലേക്ക് കൈവച്ചിട്ട് ഭർത്താവ് ചെല്ലണം. ബാറക്കല്ലാഹു ലികുല്ലി മിന്നാ ഫീ സാഹിബിഹി. നമ്മളിൽ ഓരോരുത്തരും അതിന്റെ തുണയിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ, ഇണയിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ എന്ന് ചൊല്ലണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാ ഇത് ചൊല്ലേണ്ടത്? ഭർത്താവാണ് ചെയ്യേണ്ടത്. ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്തു. ഇത് മണിയറ ഇരുന്നിട്ട് വാട്സാപ്പിൽ ഉസ്താദിന് മെസ്സേജ് അയക്കുക, പള്ളിയിലെ നാട്ടിലെ ഹത്തീബിന്, എന്താ ഉസ്താദെ ചെയ്യേണ്ടത്, എന്താ പരിപാടി, നമ്മൾ എന്താ ചെയ്യേണ്ടത്, വല്ല ദുആ വല്ലതും ഉണ്ടാ? നേരത്തെ ഒന്നും പഠിക്കൂല, ഒന്നും മനസ്സിലാക്കി വെക്കൂല. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ടൊരു ദുആ, ഇതൊക്കെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്ന് വല്ലതും ചെയ്ത് വീട്ടിൽ പോയി തലയിൽ കൈവച്ചാലോ? ഇപ്പൊ ഓൾറെഡി ഓരോരുത്തർ അവനവന്റെ തലയിൽ വെച്ചിരിക്കുക, പഠിച്ചവൻ ഇതൊന്നും ചെയ്തില്ലല്ലോ എന്ന് ഓർത്തോ. അങ്ങനെ ഇപ്പോഴത്തെ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാരെ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അതിന്റെ ഒരു ബറക്കത്ത് കിട്ടാൻ ഇന്ന് തന്നെ പോയി ചെയ്തോളി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഭാര്യയുടെ തലയിൽ കൈവെക്കുക. ബറക്കല്ലാഹു ലികുല്ലി മിന്നാ ഫീ സാഹിബി. ചെറിയ ദുആ അത് പറഞ്ഞ എല്ലാവരും ബറക്കല്ലാഹു ലികുല്ലി മിന്നാ ഫീ സാഹിബി. ചെറിയ ദുആ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു അതിന്റെ ഇണയിൽ ബറക്കത്ത് നൽകട്ടെ എന്നുള്ളതാകുന്ന ചെറിയൊരു ദുആ. നമ്മളിൽ ഓരോരുത്തരും അതിന്റെ ഇണയിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന. പക്ഷെ അതൊക്കെ മൂല്യമുള്ളതാണ്, ചെറിയ കാര്യമല്ല. ഇതൊക്കെ നമ്മുടെ പൂർവികർ ചെയ്തിരുന്നു, നമ്മുടെ മാതാപിതാക്കൾ ചെയ്തിരുന്നു. നമ്മൾ ഈ അനുഷ്ഠാനങ്ങളൊക്കെ വിട്ടുപോയി. നമ്മളിതൊക്കെ അശ്രദ്ധരാ. നമ്മളെന്തെങ്കിലും സിനിമ കണ്ടിട്ട് സീരിയൽ കണ്ടിട്ട് അതാണ് കുടുംബജീവിതം എന്ന് മനസ്സിലാക്കി അതേപോലെ ജീവിക്കാൻ ശ്രമിക്കാൻ. ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇല്ല എങ്കിൽ നമ്മൾ വരുത്തി കൊണ്ടുവരും. അതൊക്കെയാണ് ഇന്നത്തെ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരണം. നമ്മൾ ആ പഴയ മൂല്യത്തിലേക്ക് കടന്നു വരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ബിസ്മി ചൊല്ലണേ, ബിസ്മി ചൊല്ലണേ. ഇദാ ജാമഅ റജുലു മഅ ഇംറാതിഹി വലം യുസമ്മില്ലാഹ തആലാ യംതവ ശൈത്വാനു ഹിലാ ഫയുജാമിഉ മഅഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇദാ ജാമഅ റജുലു മഅ ഇംറാതിഹി
ഒരു വ്യക്തി അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് വലം യുസമ്മില്ലാഹ തആല അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കാതെ അഥവാ ബിസ്മി ചൊല്ലാതെയാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ ഇന്തവ ശൈത്വാനു ഇഹ്ലീലാ എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കും. പുരുഷാനിന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് പിശാച് ചുരുണ്ട് കിടക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഫയുജാമിഉ മഹാ. നീ അവളുമായി ബന്ധപ്പെടുന്നത് പിശാചാണ്. പൈശാചികതയിലൂടെയുള്ള ബന്ധപ്പെടലാണ് നടക്കുന്നത്. അതിലൂടെ കുട്ടിക്ക് പൈശാചികത ഉണ്ടാകുമേ. ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അശ്ലീലമാക്കപ്പെട്ട സിനിമ എന്റെ ഭർത്താവ് എന്നെ കാണിച്ചിട്ട് എന്നെ നിർബന്ധിക്കുന്നു ഉസ്താദ് എന്ന് വിളിച്ചു പറഞ്ഞ സഹോദരിയുണ്ട്. എന്റെ ജീവിതാനുഭവത്തിലുണ്ടായിട്ടുണ്ട്. എന്നെ വിളിച്ചു പറഞ്ഞു, സ്ഥലം ഞാൻ പറയുന്നില്ല. അശ്ലീലമാക്കപ്പെട്ട സിനിമാ കാസറ്റാണ് അദ്ദേഹം സ്ഥിരമായി കാണാറ്. അത്തരത്തിലുള്ള വീഡിയോകൾ എന്നെ സ്ഥിരമായി അത് കാണിച്ചിട്ട് അത്തരത്തിലുള്ള ശൈലികൾ, പാശ്ചാത്യ ശൈലികൾ എന്നെ നിർബന്ധിക്കും എന്ന് ഒരു സഹോദരി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എന്ത് ദീൻ, നമ്മൾ ഇത്തരത്തിലുള്ളതാകുന്ന കാമകേളികൾ കണ്ടിട്ട് അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. പരിശുദ്ധ ദീനനുസരിച്ചുള്ള ഒന്നുമില്ല. ഭർത്താവ് ബിസ്മില്ലെങ്കിൽ ഭാര്യ അത് പറഞ്ഞു കൊടുക്കണം, ഉണർത്തണം. അവിടെയാണ് മുസ്ലിം സ്ത്രീയുടെ ഉണർവ്, അവിടെയാണ് ഉണ്ടാവേണ്ടത്. കാരണം ഇതൊരു നിസ്സാരമായ ഒരു അമലല്ല. ഭാര്യ ഭർത്ത ബന്ധം പറയുന്നത് ഇതിലൂടെ ഉണ്ടാകുന്ന കുട്ടി സാലിഹാകണമെന്നുള്ള നിയ്യത്താണ്. അതിൽ നമ്മൾ ബക്കറ്റിൽ 100 കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടിയാണ് ചെയ്യുന്ന പ്രവർത്തനം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം നമ്മൾ ബക്കറ്റിൽ 100, 500 കയ്യിൽ കിടക്കുന്ന മോതിരം, വളയൊക്കെ നമ്മൾ ഊരിക്കൊടുക്കുന്നത്. അല്ലാഹു മക്കളെ സാലിഹാകണേ, ഹാഫിളാകണേ, ആലിമാകണേ. നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കരുത്. ശ്രദ്ധിക്കണം. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഒളു ചെയ്യണം. ആരായത് ശ്രദ്ധിക്കുന്നത്? പലരും അവിടെ പറയുന്നതിനാ തൊട്ടാ ഒളു മുറിയില്ല, പിന്നെ എന്തിനാ മുസ്ലിയാരെ ഒളു എടുക്കുന്നത് എന്ന് ചോദിച്ചു. ഒളു കൊടുക്കൂല. തൊട്ടാ ഒളു മുറിയുന്ന മൂല്യാരെ എന്നെ വാദം പറയും, പിന്നെ എന്തിനാ വെറുതെ ഒളു എടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു ആലിമീങ്ങൾ. അതിനപ്പുറത്തേന് മറ്റൊന്നുമില്ല. അതിലൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് രണ്ടുപേരും വസ്ത്രം കൊണ്ട് മൂടണം. ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 7-ാം വാല്യം 264-ാം പേജിൽ വ്യക്തമാക്കുന്നുണ്ട്. രണ്ടുപേരും വസ്ത്രം കൊണ്ട് മൂടണം. തഗത്തയാ ബിസൗബിൻ, രണ്ടുപേരും വസ്ത്രം കൊണ്ട് മൂടണം. അത് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഉലമാക്കൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. നമ്മൾ അതനുസരിച്ച് അമൽ ചെയ്യണം. അങ്ങനെ വേണം. നഗ്നമായി ബന്ധപ്പെടാൻ പറ്റൂലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ബന്ധപ്പെടാൻ പറ്റുമെന്ന് പറയുന്ന ഹദീസുകളുണ്ടല്ലോ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ സുന്നത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ശൈലി ഇതാണെന്ന് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് അമൽ ചെയ്യണം. ഉലമാ എന്ന് പറഞ്ഞു, അതനുസരിച്ചാണ് ഇൽമു പഠിക്കുന്നത്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബ്. ഇൽമു പിടിച്ചെടുക്കേണ്ടത് ഉലമാഇന്റെ വാക്കുകളിൽ നിന്നാണ്, കിതാബുകളുടെ ഉള്ളറകളിൽ നിന്നല്ല. പുസ്തകങ്ങൾ വായിച്ചോ പരിഭാഷ മനസ്സിട്ടോ ഇൽമു പഠിക്കല്ല വേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുൽ മുഹദ്ദബ് എന്ന മജ്മൂഇന്റെ തുടക്കത്തിൽ കൊണ്ടുവന്ന ഒരു അധ്യാപനമാണ്. ഇൽമു പഠിച്ചെടുക്കേണ്ടത് ഉലമാഇൽ നിന്നാണ്. അതിനൊക്കെ മര്യാദകളാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ബിസ്മി ചൊല്ലണം. ചൊല്ലാതെയാണ് എങ്കിൽ കുട്ടികൾ പൈശാചികത ഉണ്ടാവും. പിന്നെ നമ്മൾ ഏർവാടി കൊണ്ട് എത്രയോ ദിവസങ്ങൾ, മാസങ്ങൾ കഴിയുന്നു, പ്രശ്നമാണ്. അതിങ്ങനെ ദുഷ്ടമായി കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കുറെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അല്ലാഹു അത്തരത്തിലുള്ള രോഗത്തിന് അടിമപ്പെട്ടവർ, പൈശാചികതയുമായി ബന്ധപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ടാകും. അല്ലാഹു പരിപൂർണ്ണ ശമനം നൽകട്ടെ. ഉറക്കാമീ പറയുന്ന അല്ലാഹുവേ നീ ശമനം നൽകണേ അല്ലാഹ്.
ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കുട്ടി സാലിഹാകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. കുട്ടിയെ ഗർഭം ധരിക്കുന്ന ഉമ്മ, 9 മാസമാണ് നീ ഗർഭം ധരിക്കുന്നത്. ആ 9 മാസമോ നീ ദിക്റുലും ഇബാദത്തിലുമായി ഖുർആൻ ഓതലുമായി കഴിയണേ. പ്രസവത്തോടു കൂടിയാണ് നിനക്ക് അശുദ്ധി ഉണ്ടാകുന്നത്. അതുവരെ നിനക്ക് ശുദ്ധിയുടെ കാലഘട്ടമാണ്. നിനക്ക് എത്ര ഖത്മുകൾ തീർക്കാം, എത്ര ഖുർആൻ ഓതാം, എത്ര ദിക്റുകൾ ചൊല്ലാം, എത്ര സ്വലാത്തുകൾ ചൊല്ലാം. ഓതുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ഖത്മുകൾ മുഴുവനും മുമ്പറത്തെ സയ്യിദ് അലവിൽ മമ്പറമി തങ്ങൾക്കോ പാലക്കാട് ജില്ലയിലെ വിവിധ പ്രവിശ്യകൾ അന്തിവിശ്രമം ചെയ്യുന്നതാകുന്ന സമുന്നതരാക്കപ്പെട്ടതാകുന്ന ഔലിയാക്കളുടെ മഹ്ദറത്തിലേക്കോ നമുക്ക് കൊണ്ടുപോയി നൽകാമല്ലോ. പരിശുദ്ധീന അംഗീകരിച്ചതല്ലയോ? അവരുടെ ബറക്കത്ത് കൊണ്ടല്ലാ എന്റെ ഈ വയറ്റിൽ കിടക്കുന്ന പൊന്നുമോനെ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ നീ സാലിഹാക്കി തരണേ അല്ലാ. നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒന്നാണ്, വിശുദ്ധമായ ഖുർആൻ എപ്പോഴും ഓതണേ. അതിനുവേണ്ടി ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാ, ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ സബാഹൻ വമസാ. പ്രഭാതത്തിനും പ്രദോഷത്തിനും എന്നും ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സ്വഹാബ, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സ്വഹാബ. വഖൽബുൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം ഏതെന്നറിയുമോ? സൂറത്തു യാസീൻ. അത് യാസീൻ സൂറത്താണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയസുദ്ധമാകുന്ന യാസീൻ കൃത്യമായി പാരായണം ചെയ്യുന്നവരുണ്ടോ? ആ യാസീൻ പതിവാക്കുന്ന സഹോദരങ്ങളുണ്ടോ? പതിവാക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടോ? എത്രയോ യാസീനുകൾ നമുക്ക് ഗർഭസമയത്ത്, ഗർഭാധാരണ സമയത്ത് നമുക്ക് ഓതാം. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യദുമു അലാ ഖിറാഅത്തി സൂറത്തി യാസീൻ സബാഹൻ വമസാ. എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിന്റെ റസൂൽ യാസീൻ സൂറത്ത് ഓതുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. മുസ്ലിമേ, മുസ്ലിമത്തേ, നമ്മൾ ഇന്ന് ഖുർആനിനെ ഒഴിച്ചില്ലയോ? ഖുർആൻ ഇല്ലാത്ത വീടുകളായി മാറിയില്ലയോ? ഇരിക്കുന്ന ഓരോ മുസ്ലിം സഹോദരങ്ങൾക്കും, ഇരിക്കുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ട ഉമ്മമാരുടെ കൈകളിലും സ്വന്തമായ ഖുർആൻ നമുക്കുണ്ടോ? അവനവന്റെ പേരിൽ ഒരു ഖുർആനുണ്ടോ? മദ്രസയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു 5 ജുസു നമുക്കുണ്ടായിരുന്നു, 30 ജുസു നമുക്കുണ്ടായിരുന്നു. ഇന്ന് 30 ജുസുവിന്റെ ഒരു ഖുർആൻ നമുക്ക് സ്വന്തം പേരിൽ എന്റെ ഖുർആൻ എന്ന് പറയാൻ ആരുടെ കൈവശമാണുള്ളത്? ഒരു പുതിയ വീട് കുടിയിരിക്കൽ നടത്തുമ്പോ ആ വീടിനുള്ളിലേക്ക് പരവാസോരി എന്ന നിലയ്ക്ക് അകത്തേക്ക് കയറുന്നതായ വീട്ടുടമയുടെ കൈകളിൽ ഖുർആൻ ഭദ്രമാ. എവിടെ ഖുർആൻ? എവിടെ? ആ ഖുർആൻ പിടിച്ചുകൊണ്ട് കടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീടിനകത്തളത്തിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട ഉമ്മ, അത് കൊണ്ടുപോയി ഷെൽഫുകൾ വെക്കുന്നതല്ലാതെ, ടി വി സ്റ്റാൻഡുകൾ കൊണ്ടുപോയി വെക്കുന്നതല്ലാതെ ആ ഖുർആൻ കൊണ്ട് ഡെയിലി പാരായണം ചെയ്യലുണ്ടോ? സൂറത്തുൽ വാഖിഅ ഓതുന്നവരുണ്ടോ? യാസീൻ സൂറത്ത് ഓതുന്നവരുണ്ടോ? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവരുണ്ടോ? റാത്തീബുകൾ നടത്തുന്നവരുണ്ടോ? മാലമൗലിദുകൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുന്നവരുണ്ടോ? പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ജീവന്റെ ജീവനാകുന്ന പരിശുദ്ധ റസൂലിനെ പ്രണയിക്കുന്നവരുണ്ടോ? ആ പ്രവാചകർക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ തയ്യാറെടുക്കുന്നവരുണ്ടോ? എന്തേ ഗർഭാധാരണം നടത്തുന്ന പ്രിയപ്പെട്ട ഉമ്മ, നമുക്കൊരു നിയ്യത്ത് വെച്ചുകൂടെ? എന്തേ നിങ്ങൾക്കൊരു നിയ്യത്ത് വെച്ചാൽ 9 മാസം അല്ലാഹു എനിക്ക് ശുദ്ധി നൽകുകയാണ്, ഈ സമയത്ത് ഞാൻ ഒരു 3 ഖത്മെങ്കിലും തീർക്കും, പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി ഞാൻ ഓതും, അതിനുവേണ്ടി ഞാൻ സമയം കണ്ടെത്തും.
ആ ഖുർആൻ ഖത്മുകൾ മഹത്തുക്കൾക്ക് മേൽ ഞാൻ ഹദിയ ചെയ്യും. അംബിയാ മുർസലുകളുടെ മേൽ ഞാൻ ഹദിയ ചെയ്യും. അവരുടെ പൊരുത്തത്തിലൂടെ, അവരുടെ മദദിലൂടെ, അവരുടെ ഹിഫ്ദിലൂടെ, അവരുടെ ഹിമായത്തിലൂടെ എനിക്ക് തീർച്ചയായും സാലിഹായ മക്കളെ തരണേ അല്ലാഹ്. എന്റെ കുട്ടിക്ക് സർവ്വവിധ അംഗവൈകല്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകണേ നാഥാ. ദുആ ചെയ്തൂടെ മുസ്ലിമേ? ഒരു കാലഘട്ടത്തിൽ ഉമ്മമാര് നമുക്ക് മുമ്പ് നടന്നു നീങ്ങിയ പാവപ്പെട്ട സാലിഹ്യങ്ങൾ, ഉമറാക്കൾ, ഉലമാക്കൾ അവർ ജീവിച്ചത് അങ്ങനെയാണ്. ഖുർആൻ ഓതുകയാണ് പാതിരാത്രി സമയം, ഖുർആൻ ഓതുകയാണ് നേരം വെളുക്കുവോളം. പള്ളിയുടെ കത്തലങ്ങൾ ഇരുന്നുകൊണ്ട്, വീടിന്റെ കത്തലങ്ങൾ ഇരുന്നുകൊണ്ട്, ഉറക്കമൊഴിച്ചുകൊണ്ട് ഖുർആൻ ഓതിയിരുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ ഇന്ന് നമ്മൾ തള്ളിയില്ലയോ? തള്ളിയില്ലയോ? തസ്ബീഹാലുകൾ മറിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ചെല്ലുന്നതിന് പകരം ഇന്ന് റിമോട്ടുകൾ കൊണ്ട് ചാനലുകൾ മാറ്റി കളിക്കുന്നതായ ഉമ്മമാരായി മാറിയില്ലയോ? സീരിയൽ അടിമപ്പെട്ട ഉമ്മയല്ലയോ? നഊദു ബില്ലാഹ്. ഗർഭാധാരണം നടത്തുന്ന സമയത്ത് എന്റെ കുട്ടിയെ പടച്ച റബ്ബേ ഞാൻ സർവ്വതും നൽകിയിട്ടുണ്ട് അല്ലാഹ്. വെളുക്കാൻ വേണ്ടുന്ന സർവ്വതും ഞാൻ കൊടുത്തിട്ടുണ്ട് റബ്ബേ. കുങ്കുമപ്പൂ കലക്കി കൊടുത്തു അല്ലാഹ്, നീ ഒന്ന് വെളുപ്പിച്ചേക്കണേ അല്ലാഹ്. ദുആ ചെയ്യുന്നതിന്റെ കോലമാണ് നമ്മുടെ ഉമ്മമാരുടെ കോലമാണ്. നഊദു ബില്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പഠിക്കണേ, ഖുർആൻ തുറക്കണേ, ഖുർആൻ ഓതണേ പ്രിയപ്പെട്ട ഉമ്മ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ പടച്ച റബ്ബേ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. മക്കളെ കിട്ടലല്ല ലക്ഷ്യം, മക്കള് സാലിഹാകണം, സാലിഹാകണം. അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. സാലിഹായ മക്കളെ കൊണ്ടേ പ്രയോജനമുള്ളൂ. അവരെ മരിച്ചാൽ ഖബറിന്റെ സമീപത്ത് ഒരു വാപ്പയ്ക്ക് വേണ്ടി യാസീനോദു, വാപ്പയ്ക്ക് വേണ്ടി ഉമ്മയ്ക്ക് വേണ്ടി ഖുർആനോദു. മക്കൾ വന്നുകൊണ്ട് ഖബറിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ ഉമ്മ, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഖബറിന്റെ സമീപത്ത് മക്കൾ വരണമെങ്കിൽ ആ മക്കൾ സാലിഹാകണേ, സാലിഹാകണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വയസ്സ് 40 കഴിഞ്ഞു. റബ്ബിനോട് ചോദിക്കുന്ന ഉറച്ച ദുആണ്. 50 കഴിഞ്ഞു. അല്ലാഹുവിനോട് ചോദിക്കുന്ന ഉറച്ച ദുആണ്. 60 കഴിഞ്ഞു. ഒരൊറ്റ ദുആ മാത്രമാണ്. 70 കഴിഞ്ഞു. ചോദ്യം ഒന്ന് മാത്രമാണ്, അല്ലാഹ് കുട്ടിയെ താ അല്ലാഹ് എന്നല്ല, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. എനിക്ക് നൽകുകയാണ് എങ്കിൽ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. ഫബശറനാഹു ബിഗുലാമിൻ ഹനീം. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. പഠിച്ചു വെക്കണേ വടക്കഞ്ചേരിയിലുള്ള ഉമ്മ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉപ്പ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. ഗർഭാധാരണം നടക്കുന്നത് മുതൽ ഒരു ഭർത്താവും ഭാര്യയും പടച്ച റബ്ബിനോട് ചോദിക്കേണ്ടതുമാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഇന്നലെ മലപ്പുറം ജില്ലയിലെ പന്മളയിൽ വിനീതൻ വാത് പറയുമ്പോ വാത് കഴിഞ്ഞതിന് ശേഷം ഒരു പാവപ്പെട്ട ഉമ്മയുടെ കത്ത് കിട്ടുകയാണ്. 2 പ്രാവശ്യം അവർക്ക് ഗർഭമലസിപ്പോയി. 3ാമത്തെ പ്രാവശ്യമാണ് പടച്ച റബ്ബ് കരിഞ്ഞിരിക്കുകയാണ്. ഈ പൊന്നുമോനെ സാലിഹാക്കി തരണേ അല്ലാഹ്. ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ അവരൊരു വള സംഭാവന നൽകിയിരിക്കുകയാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. ആ ഉമ്മാ സദസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞ സംഭാവന നീ കബൂലാക്കണേ അല്ലാഹ്. സാലിഹായ മകനെ നൽകണേ അല്ലാഹ്. എത്രയോ ആളുകൾക്ക് ഗർഭം അലസിപ്പോകുന്നുണ്ട്, എത്രയോ ഉമ്മമാർക്ക് ഗർഭം അലസിപ്പോകുന്നുണ്ട്. പടച്ച റബ്ബ് കൊടുക്കുന്ന നിഅമത്തല്ലയോ മക്കള്. ആ മക്കള് സാലിഹായി തീരാൻ വാപ്പാ ഉമ്മ പരിശ്രമിക്കണേ, പരിശ്രമിക്കണേ. ഫബശറനാഹു ബിഗുലാമിൻ ഹനീം. പ്രായ
ആയാധിക്ക സമയത്തും ഇബ്രാഹിം നബി ദുആ ചെയ്തതിന്റെ തുല്യമായി അല്ലാഹു ഇബ്രാഹിം നബിക്ക് കൊടുത്ത പൊന്നുമോൻ സഹിഷ്ണുതയുള്ള പൊന്നുമോനാണ്, അറിവുള്ള പൊന്നുമോനാണ്, തഖ്വയുള്ള പൊന്നുമോനാണ്. അതുകൊണ്ടല്ലേ ലെമിനയുടെ താഴ്വാരത്തേക്ക് വാപ്പയിതാ മകനെ കുളിപ്പിച്ചു ഒരുക്കി പുതുവസ്ത്രം അണിയിച്ച് നല്ല ഒരു കത്തിയെടുത്ത് മൂർച്ചയുള്ള കത്തിയെടുത്ത് കയ്യിൽ കയറുമെടുത്തുകൊണ്ട് മിനയുടെ താഴ്വാരത്തേക്ക് പൊന്നുമോനെ വിളിച്ചുകൊണ്ട് പോയത്. 7 വയസ്സുള്ള പൊന്നുമോനോട് അറക്കുന്നതിന് മുമ്പ് പറയുന്ന പൊന്നുമോനെ ഇന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ, വാപ്പയാകുന്ന ഞാൻ നിന്നെ അറക്കുന്നതായിട്ട് കാണുകയാണ് പൊന്നുമോനെ, അല്ലാഹു കൽപ്പിച്ചതാണ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോ 7 വയസ്സുള്ള പൊന്നുമോന് ഒരു അറപ്പില്ലാതെ ഉളുപ്പില്ലാതെ ചെതറാതെ പതറാതെ മനസ്സോടുകൂടി വാപ്പയോട് പറയുന്നു, ഉപ്പാ യാ അബതി ഫഅൽ മാ തുമർ, അല്ലാഹു കൽപ്പിച്ചത് ഈ ലോകത്തിന്റെ തമ്പുരാൻ എന്താണ് കൽപ്പിച്ചത്? എന്നെ പരിഗണിപ്പിക്കാനാണോ പറഞ്ഞിട്ടുള്ളത്? ഉപ്പാ അറക്കോപ്പാ അറക്കോപ്പാ. ചിന്തിക്കും മുസ്ലിമേ, 7 വയസ്സുള്ള ഒരു പൊന്നുമോന്റെ വർത്തമാനമാണ്. കഴിയുമോ നമ്മുടെ മക്കൾക്ക് 30 അല്ല 40 അല്ല 50 വയസ്സ് കഴിഞ്ഞാലും നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമോ? നമ്മുടെ ചോദ്യം തെറ്റിപ്പോയി. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞാൻ കുങ്കുമപ്പൂ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ട് റബ്ബേ, എന്റെ പൊന്നുമോനെ ഒന്ന് വെളുപ്പിച്ചേക്കണേ അല്ലാ. നമ്മുടെ ദുആ, നമ്മുടെ ദുആ കുങ്കുമപ്പൂക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു നീ ഒന്ന് മിന്നിച്ചേക്കണേ പടച്ച റബ്ബേ. കറുത്ത് കരിമാടിക്കുട്ടനായ ഒരു കുട്ടിയെ കൊണ്ട് തരും. അല്ലാഹു ആകട്ടെ. നമ്മുടെ ചോദ്യം പോലെ കിട്ടും. നമ്മൾ സാലിഹായിരിക്കണം എന്നുള്ള നിയ്യത്തില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കുട്ടിക്ക് പൈശാചികത ഇല്ലാതെ ഒഴിച്ചെടുക്കുക, അതാണ് ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. തുടക്കം മുതലേ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അതുകൊണ്ടല്ലേ കുട്ടി ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഔദും ബിസ്മിയും, ശേഷം കുട്ടി പ്രസവിച്ചുകൊണ്ട് വന്ന ഉടനെ ആദ്യം കൽപ്പിക്കുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. കുട്ടിയുടെ കാതിലേക്ക് കൊടുക്കുന്ന ശബ്ദമാധുര്യമാണ്. സുബ്ഹാനല്ലാഹ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് പട്ടികൾ ഓരിയിടുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കുരയ്ക്കുന്നത് കേൾക്കുന്നില്ലേ? ശൈത്താൻ ഓടുകയാണ്. പിശാചിന്റെ ശബ്ദമാണത്. നായയിലൂടെ പിശാചിന്റെ ശബ്ദം പുറത്തു വരിക. ബാങ്ക് വിളിക്കണേ, ബാങ്ക് വിളിക്കണേ. കുട്ടിയുടെ വലത് കാതിൽ ബാങ്ക് കൊടുക്കുന്നു, കുട്ടിയുടെ ഇടത് കാതിൽ കാമത്ത് കൊടുക്കുന്നു. പിശാചിനെ ഓടിക്കാൻ കുട്ടി സാലിഹായി തീരണം. ഒന്നിന്ന് പിശാച് ഓടണം. ബാങ്ക് ഇഖാമത്തിന് ശേഷം വീണ്ടും ഓതുന്നു റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാതി ശയാതീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ ഉലമാഉ പഠിപ്പിച്ചതാണ്. റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാതി ശൈത്താൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. വോട്ട് കാണിക്കുന്ന മോശപ്പെട്ടതാകുന്ന മുത്തമരീങ്ങളാകുന്ന പൈശാചികതയിൽ നിന്ന് എന്റെ ഈ കുട്ടിയെ നീ കാക്കണേ അല്ലാഹ്. ദുആ ചെയ്തുകൊണ്ട് കുട്ടിയെ ഊതണേ, കാതിൽ ഊതി കൊടുക്കണേ. ഉലമാ ഓർമ്മപ്പെടുത്തുകയാണ്, ഫത്ഹുൽ മുഈനിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോ, കുട്ടി രാത്രി ഭയങ്കര കരച്ചിലാണ്. ചിലപ്പോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വിസിറ്റിങ്ങിന് പോകും, ആരെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി പോകും, കുട്ടികളായിട്ടായിരിക്കും പോവുക. അപ്പൊ കണ്ണീറുണ്ടാകും. അങ്ങനെ കണ്ണീറുണ്ടാകുമ്പോ രാത്രിയിൽ ഭയങ്കര കരച്ചിലോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? കുട്ടിയുടെ കാതിൽ ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കണം അവിടെ. അല്ലാതെ ബാങ്ക് ഒന്നും എന്തിനാ കൊടുക്കുന്നത്? ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേഗം നിസ്കരിക്കണമല്ലോ എന്ന് കരുതിക്കണ്ട. അതിനുവേണ്ടി മാത്രമാണ് ബാങ്ക് എന്ന് കരുതുന്നത്. വലിയ അട്ടഹാസ്യം മൈക്ക് വിളിച്ചിട്ട് 20,000 വാട്സിട്ടിട്ട് മൈക്ക് ഉത്സാഹം പറഞ്ഞ് ബാങ്ക് കൊടുക്കണം. അങ്ങനെയൊന്നും അല്ല. നമ്മൾ ആ കുട്ടി ജനിച്ചപ്പോ കൊടുത്തതുപോലെ അതിലൊരു ബാങ്ക്, ഒരു ഇഖാമത്തും കിടക്കട്ടെ. ശൈത്താൻ അങ്ങ് ഇറങ്ങും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊച്ചു കുട്ടികൾക്ക് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഉറക്കെ പറയാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ പറയാൻ വേഗം അല്ലാഹു തൗഫീഖ് തരട്ടെ. നിർത്താണ് കേട്ടോ, അധികം നീട്ടുപോല, അരമണിക്കൂർ കൂടെ ഉള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുട്ടിയോടുള്ള ബാധ്യതയിൽ മർമ്മപ്രധാനമാണ് കുട്ടിയുടെ പേര് നന്നാക്കണേ, മാതാപിതാക്കൾ ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി നല്ല പേരിട്ട് കൊടുക്കുക, നല്ല പേരിട്ട് കൊടുക്കുക. അതെന്നാ ഇടുന്നത്? അത് പ്രസവിച്ചിട്ട് 7ന്റെ അന്ന് ഇട്ടാൽ മതി. അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമായത്. അങ്ങനെയാണ് ഉലമാവ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയാണ്. കുട്ടി പ്രസവിച്ചിട്ട് 7ന്റെ അന്ന് നമ്മൾ അങ്ങനെയാണ് ചെയ്തു പോരുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അന്ന് തന്നെയാണല്ലോ മുടികളച്ചിൽ നടത്തുന്നതും, അന്ന് തന്നെയാണല്ലോ കുട്ടിയുടെ പേരിൽ അഖീഖ അറവ് നടത്തുന്നതും. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പല ആളുകളെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. നിർബന്ധമല്ല, അഖീഖ അറവ് നിർബന്ധമല്ല. പക്ഷെ കഴിവുള്ളവരങ്ങ് ചെയ്തോട്ടെ, എന്തിനെ വെച്ച് താമസിപ്പിക്കുന്നത്? ആ സമയത്ത് കഴിവില്ല എന്ന് പറഞ്ഞ് പിന്തിച്ചാൽ പിന്നെ ജീവിതകാലത്ത് നടന്നൊന്നും വരൂല. പിന്നെ അങ്ങോട്ട് ഓരോ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് അതിന്റെ സാധാരണ രീതിയിൽ ചെയ്യാത്തവർക്ക് സംഭവിച്ചിട്ടുള്ള ഓരോ ജീവിത കഥകൾ. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ തങ്ങ് ചെയ്ത് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാൾ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്, ഉസ്താദേ, ഈ കുട്ടിയുടെ മുടികളച്ചിലിന്റെ ദിവസം ചൊവ്വാഴ്ചയായാൽ എങ്ങനെയാണ് അന്നത്തെ ദിവസം മുടി കളയാൻ പറ്റുമോ? അഥവാ കുട്ടി ജനിച്ചതിന്റെ നേരെ കണക്കെന്ന് വന്നു നോക്കുമ്പോ 7 എന്ന് വന്നു, ചൊവ്വാഴ്ച വന്നു. ചൊവ്വാഴ്ച സാധാരണ രീതിയിൽ എന്തുണ്ടാവൂല, മുടികളച്ചിലുണ്ടാവൂല. അതുകൊണ്ടാണ് ബാർബർ ഷോപ്പൊക്കെ അവധി. അത് ഹദീസുണ്ട്. അന്നത്തെ ദിവസം മുടികളച്ചിൽ നടത്തിയാൽ അന്നത്തെ ദിവസം എവിടെങ്കിലും ഒന്ന് പിഴച്ചു, അന്നത്തെ ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്ത് ചൊവ്വാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്ത് രക്തം പുറപ്പെട്ടാൽ പിന്നെ രക്തം നിൽക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഹദീസൊക്കെ നാളെ പൊക്കി പിടിച്ചിട്ട് വിദേഹത്താർ ലൈഫ് എന്ന് പറഞ്ഞാലും ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാം. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്കാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മുഴുവനും അത് അംഗീകരിച്ചതാണ്. സുന്നികൾക്കൊരു പ്രശ്നമില്ല. അങ്ങനെ എല്ലാ ഹദീസും കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൽ പ്രമാണമില്ലല്ലോ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ഹദീസ് മനപ്പാഠം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സഹീഹ് ഹദീസ് മുഴുവൻ നമ്മൾ നോക്കിയാൽ ആകെ 1000 ഹദീസ് താഴെ ഉണ്ടാവും. അപ്പൊ ബാക്കി ഹദീസൊക്കെ അവിടെ പോയി. ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ പ്രമാണം തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് പോയത്വം പറയാൻ പാടില്ല. വിദേഹത്താരോടാണ് ഈ പറയുന്നത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ലൈവായിട്ട് കേട്ടോണ്ടിരിപ്പുണ്ടാവും, മുജാഹിദ് പറയുന്നു കുറിക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി ഒരു കുറിപ്പ് കൊടുത്തതാണ്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇമാമുൻ നബവി റഹിമഹുല്ലാഹ് മഹാനുമാമൻ എന്ത് പറയുന്നു അതിനപ്പുറത്തേക്കൊന്നുമില്ല. കാരണം 2ാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫയുടെ തുടക്കത്തിൽ രേഖപ്പെടുത്തുന്നു, വലിയുല്ലാഹി ബിലാ നിസാ, അല്ലാഹുവിന്റെ വലിയാണതിൽ തർക്കമില്ല എന്ന് രേഖപ്പെടുത്തി വെച്ച മഹാനാണ് ഇമാമുൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനുമാമൻ അദ്കാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഗ്രന്ഥമാണ് അദ്കാർ. ലൈഫായ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാൻ പറ്റും. ഇത് പഠിച്ചു വെക്കണം മുസ്ലിം സമുദായം, നല്ലതുപോലെ പഠിച്ചു വെക്കേണ്ട ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പൊ പറയാൻ സമയമില്ലേ, കുറച്ച് ദീർഘമായി പറയേണ്ടതാണ്. ഹദീസുകളൊക്കെ ലൈഫാണ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളാൻ പാടില്ല. ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യണം. അപ്പൊ ആ രീതിയിൽ ചൊവ്വാഴ്ച ദിവസം ഒരു വ്യക്തി മുടികളെ സാധാരണ രീതിയിൽ ചെയ്യാറില്ല. ബാർബർ ഷോപ്പൊക്കെ അതുകൊണ്ട് അന്നത്തെ ദിവസം സൗദിയാണ്. എല്ലാ സ്ഥലത്തും മിക്ക സ്ഥലങ്ങളിലും ഇവിടെ അതേ രീതിയാണ്. അത് അതുകൊണ്ടാണ്. അല്ലാതെ അന്നത്തെ ദിവസം അവരുടെ ആരുടെയും പെണ്ണുങ്ങളുടെ മക്കളുടെ കല്യാണമോ കുടിയിരിക്കലോ വേറെ പരിപാടിയോ ഒന്നും അല്ല. സംഭവം അവർ ലീവാക്കിയിരിക്കുന്നതിന്റെ ഈ ഒരൊറ്റ ഹദീസിന്റെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ്. അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അവർ നാളെ ലൈവ് ചെയ്ത് പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ല മറ്റെന്താണെന്നുള്ളത്. കാരണം മുത്തുനബി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദീനിന്റെ അടിസ്ഥാനം പറഞ്ഞിട്ടുള്ളത്. ആദരമായ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ചൊവ്വാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്തിൽ മുടികളച്ചിൽ നടത്തിയാൽ അല്ലെങ്കിൽ രക്തം വാർന്നാൽ പിന്നെ രക്തം നിൽക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദീസിന്റെ കറക്റ്റ് വചനം എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ ഓതാത്തത്. നബി തങ്ങളുടെ മേൽ ഒരു ഹദീസ് പറയുമ്പോൾ ഹദീസ് കറക്റ്റ് വചനം അല്ലെങ്കിൽ നരകത്തിൽ ഒരു സീറ്റ് അവൻ ഉറപ്പിക്കണമെന്നാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും
അങ്ങനെ ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ ഞാൻ അതൊന്ന് നോക്കി, കിതാബിൽ നോക്കിയപ്പോൾ ഉലമാക്കൾ അതും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഇതേ ചോദ്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫതാവയിൽ മറുപടി നൽകിയിട്ടുണ്ട്. അഥവാ ഒരു കുട്ടി ജനിച്ചു, കുട്ടി പ്രസവിച്ച ദിവസത്തെ കണക്ക് മുതൽ എടുത്ത് അങ്ങനെ നോക്കിയപ്പോൾ 7 എന്ന് വന്നു. ചൊവ്വാഴ്ച ദിവസം വന്നാൽ അന്നത്തെ ദിവസം തന്നെയാണ് മുടികളച്ചിൽ നടത്തേണ്ടത്. യൗമവിലാദത്തി, അവൻ ജനിച്ച ദിവസം മുതലാണ് കണക്ക് നോക്കുക. അന്ന് ചൊവ്വാഴ്ചയല്ലേ എന്ന് കരുതി മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് സാധാരണക്കാരായ ഉമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനാണ്, സഹോദരങ്ങളെ ശ്രദ്ധിക്കാൻ. ചൊവ്വാഴ്ച ഇന്ന് വേണ്ട, നാളെ വെച്ചാൽ മതി, നാളെ ബുധനാഴ്ച നല്ല ദിവസമാണെന്ന് പറഞ്ഞു മാറ്റണ്ടെന്നർത്ഥം. കുട്ടി ജനിച്ച് 7 എന്ന് വരുന്നു, അന്ന് തന്നെ മുടികളച്ചിൽ അന്ന് തന്നെയാണ് പേരിടേണ്ടതും. നമ്മൾ ഈ സദസ്സിൽ നിന്ന് പോകുമ്പോൾ കുറഞ്ഞത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം. അതിനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. നമ്മൾ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ. ഇതൊക്കെ നിത്യജീവിതത്തിലുള്ളതാണ്. നമുക്കല്ലെങ്കിൽ നമ്മുടെ അനുജന്, നമ്മുടെ ജ്യേഷ്ഠന്, നമ്മുടെ സഹോദരന്, നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലൊക്കെ നടക്കുന്ന സംഭവവികാസങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അന്നത്തെ ദിവസം രാവിലെ നമ്മൾ ആദ്യം തന്നെ കുട്ടിക്ക് നല്ല പേരങ്ങ് ഇട്ടുകൊടുത്തു. അതിനുശേഷം അറവ് നടത്തി കുട്ടിയുടെ പേരിൽ, കുട്ടിക്ക് എന്താണോ മുഹമ്മദ് എന്നാണ് പേരിട്ടെങ്കിൽ മുഹമ്മദ് എന്ന എന്റെ ഈ കുട്ടിയുടെ സുന്നത്തായ അഖീഖയെ ഞാൻ കരുതി എന്ന രീതിക്ക് ഉപ്പ തന്നെ, ഇപ്പയാണല്ലോ സാധനം വാങ്ങുന്നത്. അതുകൊണ്ട് ഉരുവിന്റെ അടുക്കൽ വന്ന് അതിന് അറവ് നടത്തി. അറവിന് ശേഷം പിന്നീട് മൂന്നാമതായി മുടികളച്ചിൽ. അവിടെയും ശ്രദ്ധിക്കാറുണ്ട്. പല ആളുകളും കുട്ടിയുടെ തലയിൽ മുടി വെക്കാൻ വേണ്ടി ഒസാൽ കത്തിവെക്കുന്ന അതേ സമയത്ത് തന്നെ ഉരുവിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ വേണ്ടി റെഡിയാകുന്നവരുണ്ട്. അങ്ങനെയും എന്നോട് സംശയം ചോദിച്ചവരുണ്ട്. അഥവാ രാവിലെ 7 മണിക്ക് ഉസ്താദേ എങ്ങനെ പേരിടലും മറ്റു കർമ്മങ്ങളും നടത്തും? കാരണം ഉരുവിനെ അറക്കുന്ന സമയത്ത് അദ്ദേഹം കുറച്ചുകൂടി വൈകും. ഉരുവിനെ ഇറക്കുന്ന ആള് കുറച്ചുകൂടി വൈകിട്ടാണ് വരിക. അയാൾ ഒരു 11 മണിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. സത്യത്തിൽ എന്താ വേണ്ടത്? ആദ്യം കുട്ടിക്ക് പേരിടുക, പിന്നെ ആ പേരിട്ട കുട്ടിയുടെ പേരിൽ നിയ്യത്ത് ചെയ്ത് അറവ് നടത്തുക, അതിനുശേഷം പിന്നെ മുടികളച്ചിൽ നടത്തിയ ശേഷം ആ മുടികളച്ചിലിന്റെ മുടിയുടെ തൂക്കമനുസരിച്ചിട്ട് സ്വർണമോ വെള്ളിയോ ഹദിയ ചെയ്യുക പാവങ്ങൾക്ക്. അഖീഖയിൽ തന്നെ എത്രയോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഉദ്ഹിയത്തിന്റെ അതേ മസല തന്നെയാണ് അഖീഖയിലും. ഒക്കെ വിശാലമായി പിന്നെ അവർ പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാനിപ്പോ ഒന്ന് ഒഴുക്കമുണ്ട് വാഴാകുമ്പോൾ നമുക്ക് ഒരുപാട് നീട്ടിപ്പരത്തി ആ വിഷയം കൊണ്ട് പറയാൻ പറ്റും. പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ള ഇരുത്തത്തിന്റെ മൂട് പോകും. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരല്പം മധുരം. ഇത് സാധാരണ ഉദ്ഹിയത്തിറക്കുന്ന ഇറച്ചിയാണ് എങ്കിൽ അത് ഇറച്ചിയായിട്ട് വിതരണം ചെയ്യലാണ് സുന്നത്തെങ്കിൽ, അഖീഖയിൽ അഥവാ കുട്ടികളുടെ മേലുള്ള അറവിനാണ് എങ്കിൽ അത് കറി വെച്ച് നൽകലാണ് സുന്നത്ത്. നല്ലത് എന്ന് പറഞ്ഞ നിർബന്ധമാക്കല്ല. എല്ലാവരും സുന്നത്താണല്ലോ. ആ സുന്നത്തിനും ഒരു സുന്നത്തുണ്ടാവും. അതാണ് അതിൽപ്പെട്ടതാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരെയും നിർബന്ധമായിട്ട് പറയല്ല. അഖീഖന്നെ നിർബന്ധമല്ല. ചെയ്യുന്നവരത് ശ്രദ്ധിക്കുക. ഒരല്പം മധുരം അതിലിടുക. 1.5 കിലോ പഞ്ചസാര കൊണ്ടുവന്നോ തേൻ കൊണ്ടുവന്നോ ഒഴിക്കണമെന്നല്ല. ഒരല്പം ഒരു നുള്ളു മധുരം അതിലിടുക. കറി ചിലപ്പോൾ എരിച്ചിട്ടുണ്ടാവും, എരിവായിരിക്കാം, കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഒരല്പം മധുരം അതിലിടുക. അഖീഖയുടെ മൃഗത്തെ അറക്കുന്നതും അതിന് പ്രത്യേകമായി ഉദ്ഹിയത്തിന്റെ മൃഗത്തെ പോലെ തന്നെ ബഹുമാന ആദരവുകളും കൊടുത്ത് അറവ് നടത്താം. പക്ഷെ ഉദ്ഹിയത്തിന്റെ ഇറച്ചി പോലെ അല്ല ഇതിന്റെ ഇറച്ചി. അഥവാ ഇതിന്റെ ഇറച്ചി ഉരിച്ചെടുക്കണം. എല്ലുകൾ പരമാവധി പൊട്ടിക്കാതെ ഉരുവിൽ നിന്ന് ഉരുത്തിയെടുക്കണം. അതൊക്കെ ഉലമാ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു ശുഭലക്ഷണത്തിന് വേണ്ടിയാണ്. കുട്ടിക്ക് അപകടമൊന്നുമില്ലാതിരിക്കാൻ. എന്നാലും ചില എല്ലുകളൊക്കെ പൊട്ടിക്കേണ്ടി വരും. പൊട്ടിക്കാതെ അതുകൊണ്ട് ഉരിഞ്ഞെടുക്കാൻ പറ്റൂല എന്ന് അതിന്റെ അഹ്ലുകാര് പറയുമ്പോ ചിലപ്പോൾ അതങ്ങനെ പൊട്ടിച്ചേണ്ടി വരും. ചില എല്ലുകൾ അങ്ങനെയാണ്. നിർബന്ധമായത് പൊട്ടിച്ചെങ്കിൽ അങ്ങോട്ട് ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇറച്ചി എന്ന് പറയും. അത് ഒഴികെ ബാക്കിയുള്ളതൊക്കെ പരമാവധി അങ്ങനെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ ഇപ്പൊ അവിടെ പറഞ്ഞെന്തിനാണെന്നറിയോ? ചിലപ്പോൾ ഇത് പിന്നീട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരൂല. അതുകൊണ്ടാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അന്ന് നമ്മൾ കുട്ടിക്ക് നല്ല പേരിട്ട് കുട്ടിയുടെ പേര് നന്നാക്കണേ, പേര് നന്നാക്കണേ. കുട്ടികളോടുള്ള കടമയാണ്. കുട്ടിയുടെ പേര് അഖീഖറക്കി കുട്ടിക്ക് പേരിടുക. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. മാതാപിതാക്കൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോഴും 50 വയസ്സായ ആളുകളുണ്ടാവും. ഇന്ന് ഒരു അഖീഖ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ല. ഇറച്ചിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കിട്ടും. അഖീഖയുടെ ഇറച്ചി നല്ലപോലെ ഒന്ന് മുളക് പൊടി ഇട്ടൊന്ന് വെച്ചേക്കും എന്ന് പറഞ്ഞ് ഫുഡ് അടിക്കും. എന്താണ് ഈ അഖീഖ എന്ന് പറഞ്ഞാൽ പോലും അറിയൂല. അങ്ങനത്തെ അഹ്ലുകാരുണ്ട്. വെറുതെ പറയല്ല. ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അവനവന്റെ സ്വന്തം അഖീഖ പോലും അറുത്തിട്ടുണ്ടാവൂല എങ്കിൽ നീ അത് അറുത്തോളിന്, അത് സുന്നത്താണ്. ബാപ്പാക്ക് ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവൂല.
അവരോട് ചോദിക്കുക, വാപ്പ എന്റെ പേര് അറുത്തിട്ടുണ്ടോ? ഇനി ഒന്നും ചോദിക്കണ്ട, നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ ഒരെണ്ണം ചെയ്തോളി, അല്ലാഹു തൗഫീഖ് തരട്ടെ. അടുത്ത പ്രാവശ്യം ഉദ്ഹിയ്യത്ത് ഇറക്കുന്ന സമയത്ത് ഒരു ഉരുവിനെ, നല്ലൊരു പോത്തിനെ തന്നെ വാങ്ങിച്ചിട്ട് നീ നിയ്യത്ത് ചെയ്തോളി. അതിൽ ഒരു ഷെയർ നിനക്ക് ഉദ്ഹിയ്യത്തിന്റെ വെക്കാം, പിന്നെ 6 ഷെയർ നിനക്ക് അഖീഖയുടെ ഗണത്തിൽ ഏതെങ്കിലുമൊക്കെ പെടുത്താം. ഒന്ന് അഖീഖ ആയിക്കോട്ടെ, പിന്നെ ആരുടെയൊക്കെ മറ്റുള്ള ഷെയറുകൾ ആയിക്കോട്ടെ. 7 പേര് ഷെയർ തരാം, അതിൽ ഒരു ഷെയർ നിനക്ക് അഖീഖയുടെ ഷെയർ ആയിക്കോട്ടെ. ഉദ്ഹിയ്യത്തിൽ അഖീഖയും കൂടി ഷെയർ ചേരാം എന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഷാഫി മദ്ഹബാണ് ഈ പറയുന്നത്. നമ്മുടെ ഷാഫികളാണ്. ഷാഫി മദ്ഹബാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതും കൂടെ ഷെയർ ചേരുന്ന കാര്യം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇനി തിരിച്ചു വരികയാണ് വിഷയത്തിലേക്ക്. ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കുട്ടിയോട് പറയുകയാണ്, സഹോദരാ, അല്ലയോ പൊന്നുമോനെ, നിന്റെ ഉപ്പ നിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടമയാണ് വയുഹസിന ഇസ്മഹു, കുട്ടിയുടെ പേര് നന്നാക്കലാണ്. നല്ല പേരിട്ട് കൊടുക്കലാണ്. മൂന്നാമതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കുട്ടിയോട് പറയുകയാണ്, പൊന്നുമോനെ, വയുഅല്ലിമുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കലാണ്. കുട്ടികൾക്ക് നല്ലതുപോലെ ദീൻ പഠിപ്പിക്കണേ. മതബോധവും മതനിഷ്ഠയുമുള്ളവരാക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 3 കാര്യങ്ങളും നല്ലതുപോലെ ശ്രദ്ധിച്ചതായ ഈ കുട്ടി ഉടനെ പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ, ഇന്നാ ബിഹാദാ യഉഖുനി, എന്നെ ബുദ്ധിമുട്ടിച്ചത് എന്റെ വാപ്പയാണ്. ഇതുവരെ നിങ്ങളോട് ബുദ്ധിമുട്ട് പറഞ്ഞത് എന്റെ വാപ്പ എന്നെ കുറിച്ചാണ് എങ്കിൽ സത്യമതല്ല. ഇന്നാ ബിഹാദാ യഉഖുനി, എന്റെ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്, എന്നോടുള്ള കടമകൾ ശ്രദ്ധിക്കാതിരുന്നിട്ടുള്ളത്. മസ്തൻജബ ഉമ്മി ഇന്നാ ബി മസ്തൻജബ ഉമ്മി, എന്റെ വാപ്പ എന്നെ തെരഞ്ഞെടുത്തതല്ല. ഇസ്തറാഹ ബി400 ദറാഹിമ, 400 ദിർഹമിന് എന്റെ വാപ്പ കമ്പോളത്തിൽ നിന്ന് അടിമ സ്ത്രീയായ ഉമ്മയെ വിലക്ക് വാങ്ങിയതാണ്. അടിമ സ്ത്രീയായിരുന്ന ഉമ്മയെ 400 ദിർഹം കൊടുത്തുകൊണ്ട് വിലക്കെടുത്തതാണ്. എന്റെ വാപ്പ എന്റെ ഉമ്മയെ വിലക്കെടുത്തതാണ്. 400 ദിർഹമിനാണ് വാങ്ങിയത് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് കുട്ടി ഓർമ്മപ്പെടുത്തുകയാണ്. തീർന്നില്ല. സമ്മാനി ജ്വാലാ വമാ ഹസന ഇസ്മി, എന്റെ വാപ്പ എന്റെ പേര് നന്നാക്കുകയും ചെയ്തിട്ടില്ല. എനിക്ക് പേര് വെച്ചിട്ടുള്ളത് ജ്വാല എന്നാണ്. ജ്വാല എന്ന് പറഞ്ഞാൽ കരിവണ്ട് എന്നാണ് അർത്ഥം. കരിവണ്ട് മകന് പേര് വെച്ചിരിക്കുക. സമ്മാനി ജ്വാല, എന്നെ വാപ്പ എന്റെ പേര് വെച്ചത് ജ്വാല എന്നാണ്, കരിവണ്ടെന്നാണ്. തീർന്നില്ല. മൂന്നാമതായി കുട്ടി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വമാ അല്ലമനി ശൈഅൻ മിൻ കിതാബില്ലാഹ്, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരൊറ്റ സൂക്തം പോലും, ഒരായത്ത് പോലും എന്നെ വാപ്പ എനിക്ക് പഠിപ്പിച്ചിട്ടില്ല. ഈ 3 കാര്യങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞപ്പോ ദേഷ്യത്തോടുകൂടി ഉപ്പയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ചോദിക്കുകയാണ്, അമാ തഖാഫുല്ലാഹ ഫീ ഖൂ
മക്കളോടുള്ളതാകുന്ന ബാധ്യതകൾ നിർവഹിക്കാത്ത വിഷയത്തിൽ നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? പേടിക്കുന്നില്ലേ? അമാ തഖാഫുല്ലാഹ ഫീ ഖൂഖിൽ വിൽദാൻ, കുട്ടികളോടുള്ള കടമകൾ ശ്രദ്ധിക്കാത്ത വിഷയത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? ഭയക്കുന്നില്ലേ? നീയല്ലേ നിന്റെ മകനെ കുറിച്ച് പരാതിപ്പെടാൻ വന്നത്? പക്ഷെ വാദി പ്രതിയായ കോലമാണല്ലോ. എന്റെ അടുക്കൽ നിന്ന് നീങ്ങണേ, എന്റെ അടുക്കൽ നിന്ന് മാറി നിൽക്കടാ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദേഷ്യത്തോടുകൂടി ഉപ്പയോട് പറഞ്ഞുവെങ്കിൽ മുസ്ലിമേ, മുസ്ലിമത്തെ, വടക്കഞ്ചേരിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹോദരാ, വിവാഹപ്രായമെത്തി നിൽക്കുന്നവരെ, വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചവരെ, പ്രായചെന്ന ഉപ്പമാരെ, ഉമ്മമാരെ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. മാതാപിതാക്കളോട് മക്കൾക്ക് കടമകളും കടപ്പാടുകളും ഉള്ളതുപോലെ മാതാപിതാക്കൾക്കും മക്കളോട് കടമകളും കടപ്പാടുകളും ഉണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ മക്കളെ പഠിപ്പിക്കണേ, പഠിപ്പിക്കണേ. ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ. മുസ്ലിം സഹോദരിമാരെ കുറിച്ച് പ്രത്യേകം പ്രവാചകർ ഉറപ്പെടുത്തുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ വഅല്ലിമൂഹുന്നൽ ഖുർആൻ വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. മുസ്ലിം സഹോദരിമാരെ, നിങ്ങൾ ഒറ്റയ്ക്കൊരു റൂമിൽ ഇരുത്തരുതേ, ഇരുത്തരുതേ. വിവാഹപ്രായമെത്തിയതാകുന്ന മക്കളില്ലയോ? 8ാം ക്ലാസ്സിലും 10ലും പഠിക്കുന്നതായ മക്കളില്ലയോ? മക്കളൊക്കെ രണ്ടാമത് മുകളിൽ റൂമുണ്ടാകുമ്പോ, വീടുകളിൽ സൗകര്യം പ്രാപിക്കുമ്പോ, 2-3 മുറികൾ അധികമായി പിടിക്കുമ്പോ, ഉപ്പ ഞാൻ ഒറ്റയ്ക്ക് കടന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്ന മക്കളില്ലയോ? അതിനു വേണ്ടി ക്ഷണിക്കുമ്പോ, എനിക്ക് പരീക്ഷ എടുത്തിരിക്കുകയാണ്, എനിക്ക് ഹോംവർക്ക് ഉണ്ട്, എനിക്ക് ഒരുപാട് എഴുതാനുണ്ട്, പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന മക്കളില്ലയോ? വാപ്പയിതാ അതിനു വേണ്ടി പോകുമ്പോ, ഉമ്മ അതിനു വേണ്ടി പോകുമ്പോ കാമുകന്മാരുമായി ഭാഷണം നടത്തിക്കൊണ്ട് ജീവിതം മോശമാക്കുന്ന മക്കളില്ലയോ? നേരം വെളുക്കുവോളം സംസാരിച്ചുകൊണ്ട് കാമുകന്മാരുമായി അഭിലാഷം നടത്തിക്കൊണ്ടിരിക്കുന്നവരില്ലയോ? ഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ. ഒറ്റയ്ക്കൊരു റൂമിലേക്ക് പ്രായപൂർത്തിയെത്താത്ത മക്കളെ കയറ്റരുതേ, കയറ്റരുതേ. വഅല്ലിമൂഹുന്നൽ ഖുർആൻ. അവർക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണേ, പഠിപ്പിക്കണേ. 3-4 മദ്രസകളിലെത്തുമ്പോ പ്രായപൂർത്തിയെത്തി എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസാ വിദ്യാഭ്യാസത്തെ അന്യമായി കാണുന്നവരെ, പഠിക്കാൻ വിടാത്തവരെ, എന്നാൽ BAക്കും MAക്കും PGക്കും ഒക്കെ പോകാൻ മടിയില്ലാത്ത മുസ്ലിമേ, മുസ്ലിമത്തെ, മുസ്ലിം സഹോദരിമാരെ, ഖുർആൻ പഠിക്കണേ, ദീൻ പഠിക്കണേ, മതബോധമുള്ളവരാകണേ. വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. ഖുർആൻ മുഴുവനും പഠിപ്പിക്കണേ, പ്രത്യേകിച്ച് സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഖുർആൻ പഠിക്കാത്ത മക്കളായതുകൊണ്ട്, ദീനെ കുറിച്ച് അവബോധമില്ലാത്ത മക്കളായതുകൊണ്ട് ഇന്ന് കള്ളുകൂടി അധികരിച്ചില്ലയോ? വ്യഭിചാരം അധികരിച്ചില്ലയോ? സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട്, സിനിമയുടെ ഗാനങ്ങൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന മക്കളല്ലയോ? പാതിരാത്രി സമയത്ത് മക്കളിതാ ഏത് രീതിയിലാണ് ഇന്ന് ഉറങ്ങുന്നത്? ഇന്നത്തെ യുവതലമുറയുടെ ഉറക്കം ഏത് രീതിയിലാണ്? കാതിൽ ഹെഡ്സെറ്റാണ്, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് കിടക്കുന്ന മക്കളല്ലയോ? യുദ്ഫവൻ മുസ്തമിൽ ഖുർആനി ബൽവദ്ദുനിയാ വഅൻതാരിൽ ഖുർആനി ബൽവൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ
ഖുർആൻ കേൾക്കണേ കേൾക്കണേ. ഖുർആൻ കേൾക്കുന്ന കാതുകൾ ഏത് ഉപ്പയ്ക്കുണ്ടോ ഏത് ഉമ്മയ്ക്കുണ്ടോ? ഖുർആൻ ശ്രവിക്കുന്ന കാതുകൾ ഏത് ചെറുപ്പക്കാരനുണ്ടോ സഹോദരിക്കുണ്ടോ? പാതിരാത്രി സമയത്ത് സിനിമാ പാട്ടുകൾക്ക് വീടാ ഹെഡ്സെറ്റുകൾ നീ മാറ്റിവെക്കുകയാണ്, സിനിമാ പാട്ടുകൾ നീ മാറ്റിവെക്കുകയാണ്. ഖുർആനിന്റെ വശ്യസുന്ദരമാകുന്ന വചനമൊഴികൾ കേട്ടുകൊണ്ട് നീ ആസ്വദിക്കുകയാണ് എങ്കിൽ എല്ലാ ദുനിയാവിലെ പല മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവന് ആഖിറത്തിലെ പല മുസീബത്തുകളെ തൊട്ട് തടുക്കാൻ സാധിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരാ സഹോദരാ, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. മരിക്കാൻ അടുത്തിരിക്കുകയാണ്, മരണത്തിന്റെ സമയം അടുത്തിരിക്കുകയാണ്. 30, 40, 60, 70 വയസ്സ് കഴിഞ്ഞവരില്ലയോ? മരിക്കുമെന്നുള്ള ചിന്തയില്ലയോ? ഇനി ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമെന്നുള്ള ഓർമ്മയില്ലയോ? മരിക്കുന്നതിന് മുമ്പ് കലിമ ചൊല്ലി മരിക്കണേ, സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണേ, ഈമാൻ പുൽകി മരിക്കണേ. പരിശുദ്ധമായ ഖുർആൻ ഓതി ദിക്റുകൾ ചൊല്ലി നല്ല രീതിയിൽ നല്ല സമയത്ത് നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരിക്കണേ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ കടമകളും കടപ്പാടുകളും ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ വീട്ടാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് മക്കളോട്, മാതാപിതാക്കളോട്, കുടുംബാദികളോട്, ബന്ധുമിത്രാദികളോട്, സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോടുള്ള കടമകൾ നീ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് എന്റെ മക്കള് സാലിഹായി തീരണം, ഹാഫിളാകണം, ആലിമാകണം. ഈ അടുത്ത പരീക്ഷയ്ക്ക് എനിക്ക് ഉന്നത വിജയം എന്റെ മക്കൾക്ക് ലഭിക്കണമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് സദഖകൾ നൽകി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർണ്ണമായി നൽകുന്ന സഹോദരിമാര്, നമ്മുടെ കയ്യിൽ കിടക്കുന്ന ഒരു സ്വർണ്ണത്തിന്റെ ഒരു മോതിരം, എത്രയോ മോതിരം നമുക്കുണ്ട് വീടുകൾ, ഒരു മോതിരമെങ്കിലും അത് കാരണമായിട്ടൊരു പാവപ്പെട്ട പെൺകുട്ടിക്ക് റാഹത്തായ ജീവിതം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നിയ്യത്ത് ചെയ്തു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പുരുഷന്മാരെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു തുക, അത് 10,000 ആയാലും 20,000 ആയാലും 5,000 ആയാലും ഒരു തുക ദീനിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നു. പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജീവിതം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ വിവാഹം നടന്നാൽ ഇതിലൂടെ കിട്ടുന്ന നേട്ടം എന്താണ്? വിവാഹം നമ്മൾ ഇക്കഴിഞ്ഞ വിവാഹത്തിൽ 4 വിവാഹം നമ്മൾ നടത്തിയത് മുസ്ലിം സഹോദരങ്ങളുടെ. ഒരു വിവാഹം നമ്മൾ അമുസ്ലിം സഹോദരങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ നമ്മൾ നടത്തുന്ന വിവാഹത്തിൽ അതിൽ ജനിക്കുന്ന കുട്ടികൾ അവർ മുസ്ലിമീങ്ങൾ, അവർ ജനിക്കുന്ന മക്കൾ അവർ മുസ്ലിമീങ്ങൾ. അങ്ങനെ തലമുറയായി ഈ ലോകത്ത് നമസ്കരിക്കപ്പെടുന്ന നമസ്കാരം, ഇബാദത്തുകൾ, നോമ്പുകൾ, സക്കാത്തുകൾ, ഹജ്ജുകൾ, അവരുടെ സുഹൃതങ്ങൾ, അവരുടെ തസ്ബീഹുകൾ, അവരുടെ തഹ്ലീലുകൾ, അവരുടെ തംജീദുകൾ, അവരുടെ തക്ബീറുകൾ എന്ന് വേണ്ട എന്തൊക്കെ അമലുകൾ അവരുടെ പരമ്പര അനുഷ്ഠിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് രേഖപ്പെടുത്തും. ഇതൊരു ചെറിയ കാര്യമല്ല, ചെറിയ അമലല്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നിയ്യത്ത് ചെയ്ത് കൊടുക്കുന്ന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വേഗം ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും കഴിയുന്ന തുക സഹോദരിമാരുടെ ഭാഗത്ത് വാലണ്ടിയേഴ്സ് ഒന്ന് പോകണം. അതുപോലെ തന്നെ ഇവിടെ പുരുഷന്മാരുടെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് കഴിയുന്ന വേഗം പറയണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഒരുമിച്ചൂടൽ ഖബൂലാക്കണേ അല്ലാഹ്. വിഷമങ്ങളെ, പ്രയാസങ്ങൾ മാറ്റി നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുപത്തുകളെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ആദ്യമായി സദസ്സിൽ വെച്ചുകൊണ്ട് പാവങ്ങളുടെ കണ്ണീരപ്പാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോലെ കയ്യിൽ കിടക്കുന്ന സ്വർണത്തിന്റെ മോതിരമൂരി ദുനിയാവിൽ നിന്നുകൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്കുള്ള ഒരു സദഖയായി ലക്ഷ്യം വെച്ചുകൊണ്ട് ആരാണ് നൽകുന്നത് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വിഷമങ്ങളെ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാഹ്. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. അത് ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരാണ്, നീ ഖബൂലാക്കണേ അല്ലാഹ്.
പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈയുയർത്തിയാൽ മതി. അവിടെ സംഘാടകർ വരും. അല്ലാഹു സ്വീകരിക്കട്ടെ. പേര് കേട്ടാണ് ഇൻഷാ അല്ലാഹ്. അവരുടെ പേര് കൊണ്ടുവരണം. ഇബ്രാഹിം അരപ്പവൻ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. സലാത്തെല്ലാം അടിക്കണ്ട ഉറക്കെ ചെല്ലണേ. മദീനയിലെ രാജകുമാരന്റെ ചാരത്തേക്ക് നമ്മൾ എത്തിക്കുന്ന സ്വലാത്താണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വൽഹറുൽ തമ്മായ ഹബീബ് മുഹമ്മദ് മുസ്തഫ. സാദിഖുൽ മസ്ദൂഖായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഇബ്രാഹിം എന്ന സഹോദരനെ നീ കബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ സദഖയെ സ്വീകരിക്കണേ അല്ലാ. അരപ്പവന് സ്വർണ്ണമാണ് പടച്ച റബ്ബേ, ബറക്കത്ത് നൽകണേ അല്ലാ. ഒരുപാട് പണമോ പവറോ ഉള്ളവരല്ല റബ്ബേ, നിന്റെ ദീനിനു വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കാൻ മനസ്സുള്ളവരാണ്. നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുപത്തുകളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. സമീർ വണ്ടാഴി 6666 രൂപ. പിതാവ് മരണപ്പെട്ടു പോയി, ജ്യേഷ്ഠൻ മരണപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി ദ്വാരക്കണം. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങളെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. സമീർ എന്ന സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അദ്ദേഹം നൽകി 6666 രൂപ നീ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങളെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. പ്രത്യേകിച്ച് മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട പാക ജ്യേഷ്ഠനും നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഈ നിമിഷം തന്നെ കാരുണ്യത്തിന്റെ മലക്കുകൾ അവരുടെ ഖബറിലേക്ക് നീ പറഞ്ഞേക്കണേ റബ്ബേ. മലക്കുകൾ ഖബറിൽ കാരുണ്യം ചൊരിയുന്നത് കാണുമ്പോ പ്രത്യേകമായ അമലുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് മലക്കുകളോട് ചോദിക്കുമ്പോ പടച്ച റബ്ബേ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരൻ, നിന്റെ പ്രിയപ്പെട്ട പൊന്നമോൻ ദീനിനു വേണ്ടി കൊടുത്തതാകുന്ന സദഖയുടെ കാരണമായിട്ടാണ് 6666 രൂപ സദഖ കൊടുത്തതിന്റെ കാരണമായിട്ടാണ് ഞങ്ങൾ ഖബറിൽ കാരുണ്യം ചൊരിയുന്നതെന്ന് മലക്കുകൾ ഉപ്പയോടും ജ്യേഷ്ഠനോടും പറയുന്നത് കേട്ടുകൊണ്ട് അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കണേ അല്ലാ. സന്തോഷമുള്ള അവസ്ഥ നൽകണേ അല്ലാ. എന്റെ അനുജനെന്നെ മറന്നില്ലല്ലോ എന്ന് ജ്യേഷ്ഠനും എന്റെ പൊന്നമോൻ എന്നെ മറന്നില്ലല്ലോ എന്ന് ഉപ്പയും ചിന്തിക്കുന്നൊരവസ്ഥ ഖബറിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഖബർ നീ സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. ഒരു സഹോദരൻ 3313 അല്ലാഹു സ്വീകരിക്കട്ടെ. വേഗം ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്നത് അത് 3000 ആയാലും 2000 ആയാലും 1000 ആയാലും ഇൻഷാ അല്ലാഹ് സഹോദര സഹോദരിമാരെല്ലാവരും അതിൽ ഭാഗമാക്കണം. ഒരാൾ ഒഴിയരുത്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. പരീക്ഷ എടുക്കാൻ, പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാൻ ഇൻഷാ അല്ലാഹ് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി ഞാൻ ഒരു ദിക്റും ദുആവും ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അത് ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് പറയും. അതുകൂടി കേട്ട് പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് പോകണം. അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കൊക്കെ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെക്കുക. എല്ലാ ലക്ഷ്യങ്ങളും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യപ്പെടും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. 3313 നൽകിയ സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വിഷമങ്ങളെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. വിഷമങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സർവ്വത്തുകളും കാവൽ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ കുടുംബാദികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ. അഷ്റഫ് എന്ന സഹോദരൻ 10000 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പെങ്ങൾക്ക് 2 കിഡ്നിയും തകരാറിലാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തിരുന്നു. ദുആ ചെയ്യണം. അതുപോലെ പ്രവാസികൾക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി നിയത്ത്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാ. അഷ്റഫ് എന്ന സഹോദരന്റെ നിയത്തുകളെ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും സർവ്വത്തുകളിൽ കാവൽ നൽകണേ അല്ലാ. 10000 രൂപ സദഖയെ സ്വീകരിക്കണേ
സ്വീകരിക്കണേ അല്ലാ. തങ്ങൾ ഒരു 2 കിഡ്നിയും തകരാറിലാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായ ശമനം നൽകണേ അല്ലാ. നീ ശമനം നൽകണേ അല്ലാ. ഞങ്ങൾ ഈ 2 മണിക്കൂർ ഒരുമിച്ച് ഓടിയത് ഇൽമിന്റെ സദസ്സിലാണ്. ഒരു കളിതമാശ പറയുന്ന സദസ്സല്ല, ഒരു ഗീബത്ത് പറഞ്ഞിട്ടുമില്ല, ഒരു നമീമത്തും ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല റബ്ബേ. ഖുർആനും ഹദീസും വെച്ചുകൊണ്ടാണ് ഭാഷണം നടത്തിയിട്ടുള്ളത്. അതാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഈ സദസ്സിൽ വന്ന് ചേർന്ന ഉലമാഇന്റെ ബറക്കത്ത് കൊണ്ട്, മുത്തഅല്ലിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, സാധാരണക്കാരിൽ സാധാരണക്കാരാകുന്ന ആളുകളുടെ ബറക്കത്ത് കൊണ്ട്, ഉമ്മമാരുടെ ബറക്കത്ത് കൊണ്ട്, കൊച്ചുകുട്ടികളുടെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ പോരിശ് കൊണ്ടവരുടെ ശരീരത്തിന് പരിപൂർണമായ ആരോഗ്യം നീ വീണ്ടെടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ശരീരത്തിന് സിഹത്ത് നൽകണേ അല്ലാ. വിഷമങ്ങളെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ റബ്ബേ. പ്രവാസികളായ സഹോദരങ്ങളിൽ ലൈവായും അല്ലാതെയും പ്രഭാഷണം കേൾക്കുന്നവരുണ്ട്, നീ ബറക്കത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. വിഷമങ്ങളെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സിയാദിന്റെ ഉമ്മ അവരാണ് മമ്പാടല്ലേ അരപ്പവൻ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ റബ്ബേ. ഒരു സ്വലാത്ത് ചൊല്ലണേ. സൽസബീലൻ സാറ ഫീഹി സയ്യിദു സാദാതി സീർ സൽസബീലൻ തുസഖ ഫിൽ ഹാലാതി കസൽസാൽ സാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ സിയാദ് എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട ഉമ്മ നീ ഖബൂലാക്കണേ റബ്ബേ. ഉമ്മയെ സ്വീകരിക്കണേ അല്ലാ. അവരുടെ അരപ്പവന് സ്വർണ്ണത്തെ നീ ഖബൂലാക്കണേ അല്ലാ. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. ആഭരണത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ റബ്ബേ. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാ. പാരത്രിക ലോകത്തെ വിജയികൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും കസേരയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് അടുത്തോട്ട് വരും. എല്ലാവരും വരും. ദൂരെ നിൽക്കുന്നവരുൾപ്പെടെ എല്ലാവരും വരും. ഞാനുള്ളത് 2000 1000 കഴിയുന്നവർ ആരാ ഉള്ളത്? സ്ത്രീകളുടെ ഭാഗത്ത് വേഗം ഇൻഷാ അല്ലാഹ്. അവിടെ വാലണ്ടിയേഴ്സ് ഇല്ലേ, ഒന്ന് വാങ്ങിച്ചോണ്ട് ഇൻഷാ അല്ലാഹ്. സ്വർണം അവർ കയ്യിൽ ഊരി വെച്ചിട്ടുണ്ട്, വളകള്. ഇന്നലി ഇബ്നി ആദമ ലമ്മത്തം ബിൽ മലക്കി വലമ്മത്തം ബിശ്ശൈത്വാനി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം സന്തതികൾക്ക് 2 കണക്ഷനാണ്. ഒന്ന് മലക്കിന്റെ കണക്ഷൻ, മറ്റൊന്ന് പിശാചിന്റെ കണക്ഷൻ. മലക്കുമായി കണക്ഷനുള്ളവർ ഈ സദസ്സിൽ വന്നു, ഇത്രയും നേരം ഇരുന്നു. ഈ ദുആകൾ പരിപൂർണമായി ശ്രമിച്ചിട്ട് പോകാം, ദുആയിൽ പങ്കാളികളായിട്ട് പോകാം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മൾ നിൽക്കുന്നു. പിശാചിന്റെ കൂവത്തുള്ളവരുടെ മനസ്സിൽ പിശാച് പറയും, കൊടുക്കണ്ടടാ, സദഖ കൊടുക്കണ്ട, തിരിച്ചു കിട്ടൂല, സ്വർണം കൊടുക്കണ്ട, തിരിച്ചു കിട്ടൂല എന്നുള്ള ചിന്ത കൊടുക്കും. അല്ലാഹു പിശാചിനെ തുരത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് കയ്യിൽ കിടക്കുന്ന മോതിരം ദീനിനു വേണ്ടി അങ്ങോട്ട് കൊടുക്കാൻ. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ സമാധാനവും ശാന്തിയും അതിലൂടെ ഉണ്ടാവട്ടെ. ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിക്ക് ഖൈറായ ജീവിതം അതിലൂടെ ഉണ്ടാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 3 ദിവസത്തെ പ്രഭാഷണം നാളെയുണ്ട്, മറ്റന്നാളുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു നമ്മുടെയും അവരുടെയും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സഹോദരൻ, വീട്ടിലും കച്ചവടത്തിലും ബറക്കത്ത് ലഭിക്കാൻ ദുആ ചെയ്യാൻ പൂക്കാട്ടിൽ നിന്നൊരു സഹോദരി, പ്രഷർ അധികരിച്ച് ശരീരം തുറന്ന സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യണം. വിദേശത്ത് ജോലി ആവശ്യാർത്ഥം മകന് വേണ്ടി അവന്റെ ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ. ധാരാളം കടങ്ങളുണ്ട്, വീട്ടിൽ കിട്ടാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ. വാൽക്കുളമ്പിൽ താമസിക്കുന്ന ഉമർ എന്ന സഹോദരൻ, സ്വന്തമായി വീടോ സ്ഥലമില്ലാത്ത, സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഭാര്യയ്ക്കും 2 വൃക്കകളും തകരാറിലായി ചികിത്സയിലാണ്, പ്രത്യേകം ദുആ ചെയ്യണം. മക്കളുണ്ടാവാൻ വേണ്ടി സഹോദരിമാര് സ്വർണം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രത്യേകം ദുആ ചെയ്യണം.
മക്കൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മക്കളല്ല സാലിഹായ മക്കളുണ്ടാകാം. അങ്ങനെ തന്നെ എപ്പോഴും നമ്മൾ പറയുകയും വേണം, എഴുതിയും അങ്ങനെ തന്നെ ശീലിക്കണം. അള്ളാഹു നമ്മളെ മക്കളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രഭാഷണത്തിന് വേണ്ടി സ്ഥലം അനുവദിച്ചു തന്ന കൺമണി ഹാജിയുടെ മകൻ നാസർ മരണപ്പെട്ടുപോയ പിതാവിന് ദ്വാരക്കുന്നു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. സമൂഹ വിവാഹത്തിന് വേണ്ടി റോളക്സ് ഓഡിറ്റോറിയം അനുവദിച്ചെന്ന മുഹമ്മദ് ഹാജി, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. അബൂലാക്കണേ അല്ലാഹ്, ഇവരെല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. സമൂഹ വിവാഹ വേദിയിലേക്ക് ആവശ്യമായ ഭക്ഷണത്തിന്റെ സാധനങ്ങൾ സംഭാവന തന്ന ഷംസുദ്ദീൻ കാരപ്പറ്റ വലിയ സേവനം ചെയ്യുന്ന ഒരു സഹോദരനാണ്. എത്ര ആളുകളുണ്ടെങ്കിൽ ഇന്നിപ്പോ കഴിഞ്ഞ വ്യാഴാഴ്ച 3000-ഓളം ആളുകളുണ്ട്. 3000-ഓളം ആളുകൾക്കുള്ള ഭക്ഷണം, അതിന് 20,000 ആയാലും ഒപ്പരെ തന്നെയുള്ള സംഭവങ്ങൾ സാധനങ്ങൾ എത്തിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ജബ്ബാർ ഹാജി അബ്ദുൽ അസീസ് ഇതുപോലെയുള്ള ബാക്കിയുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഷംസുദ്ദീൻ അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അടുത്ത വർഷവും എത്തിയിരിക്കുകയാണ് ഖുറൂ തക്ബീർ, സ്വീകരിക്കണേ അല്ലാഹ്. അടുത്ത വർഷം എത്ര പെൺകുട്ടികളാണ് വിവാഹം കഴിപ്പിക്കുന്നത്, എത്ര ആളുകളാണോ ആ വിവാഹ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്, അവർക്കുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള ഭക്ഷണം ഞാൻ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സഹോദരനുണ്ട്. പടച്ച റബ്ബേ, ശംസുദ്ദീൻ എന്ന സഹോദരന് നീ ബറക്കത്ത് നൽകണേ റബ്ബേ. വിഷമങ്ങളെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബദരിയ റിലീഫ് കമ്മിറ്റിയുടെ മുഴുവൻ പ്രവർത്തകർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് പ്രിയ സുഹൃത്തുക്കളാകുന്ന നൗഷാദ് സാഹിബ്, മുസ്തഫ അടക്കമുള്ള ഇന്നീ വിനീതനടക്കമുള്ള ഉലമാക്കൾക്ക് ഭക്ഷണം നൽകിയ അഷ്റഫ് എന്ന സഹോദരനടക്കം എല്ലാവരുടെയും ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സമൂഹ വിവാഹത്തിന് വേണ്ടി സ്വർണ്ണ സംഭാവന ചെയ്തവർ, 10 പവൻ സംഭാവന ചെയ്ത പാലക്കാട് അക്ഷയ ഗോൾഡ് കരീം ഹാജി, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഖബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. കരീം ഹാജിയുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഓൺലൈനിൽ ഒരു സഹോദരൻ 10,000 രൂപ, നവാസ് സലാം, ഭാര്യയും മക്കളും ഒന്നിച്ച് അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഖബൂലാക്കണേ അല്ലാഹ്. നവാസ് സലാം എന്ന സഹോദരൻ 10,000 രൂപ നീ സ്വീകരിക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഓൺലൈനിലൂടെ നൽകിയതാണ്, നീ ഖബൂലാക്കണേ റബ്ബേ. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. പാരത്രിക ലോകത്തെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പേര് പറയാത്ത സഹോദരൻ 1313 രൂപ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കാൻ അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഖബൂലാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തൗബ ചെയ്യാൻ മനസ്സ് വന്ന സഹോദരനാണ്, നീ സ്വീകരിക്കണേ റബ്ബേ. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. പകൽ മുഴുവനും തെറ്റ് ചെയ്ത മനുഷ്യന് പാപം പൊറുക്കാൻ റബ്ബ് രാത്രി റെഡിയായി നിൽക്കുകയാണ്. രാത്രി മുഴുവനും തെറ്റ് ചെയ്ത മനുഷ്യന് പാപം പൊറുക്കാൻ അല്ലാഹു പകലും സന്നിധനാണ്. അഥവാ 24 മണിക്കൂറും തുറന്നിട്ടിരിക്കുന്നു തൗബയുടെ കവാടം. പക്ഷേ മനുഷ്യ, നീ തെറ്റുകാരനാണ്. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടം തൗബ ചെയ്യുന്നവരെയാണ്, തൗബ ചെയ്യുന്നവരെയാണ്. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തൗബ ചെയ്യാൻ ലക്ഷ്യം വെച്ച സഹോദരൻ 1313 രൂപ സംഭാവന പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. തൗബ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തൗബയും സ്വീകരിക്കണേ അല്ലാഹ്. നസീമ 2333 രൂപ സാലിഹായ ഒരു ഭർത്താവിന് വേണ്ടി അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. നസീമ എന്ന സഹോദരിയെ നീ ഖബൂലാക്കണേ അല്ലാഹ്. അവരുടെ സദഖയെ സ്വീകരിക്കണേ റബ്ബേ. സാലിഹായ ഭർത്താവിന് നൽകണേ അല്ലാഹ്. സാലിഹായ ഭർത്താവിന് കിട്ടിയെങ്കിലേ സാലിഹീങ്ങളാകുന്ന മക്കളുണ്ടാവൂ. സാലിഹത്തായ ഭാര്യയാണെങ്കിലേ സാലിഹീങ്ങളാകുന്ന മക്കളുണ്ടാവൂ. രണ്ടും ഒരേപോലെ ഘടകമാണ്. വാപ്പ കള്ളുകുടിയനാണ്, മക്കൾ മോശമാകും.
വാപ്പ മോശപ്പെട്ടവനാണ്, ഉമ്മ മോശപ്പെട്ട് വ്യഭിചരിക്കുന്ന പെണ്ണാണ്, മക്കളും മോശമായ രീതിയിലേക്ക് പോകും. രണ്ടുപേരും നല്ലതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ദുആ ചെയ്യണേ. ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടാവണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കൺകുളിർമയാകുന്ന മക്കളാക്കി ഭാര്യമാരാക്കി നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. നസീമ എന്ന സഹോദരിക്ക് ഖൈറായ സാലിഹായ ഇണയെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അബ്ദുൽ ഹക്കീം 1001 അല്ലാഹു സ്വീകരിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. നല്ല നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളും വരെ നല്ല സ്വതക്കകൾ കൊടുക്കുന്ന നിങ്ങൾ എല്ലാവരും അതിൽ ഭാഗമാക്കാൻ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാസങ്ങളായി ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഇതിന്റെ സംഘാടക സമിതി അല്ലാഹുർക്ക് ബർക്കത്ത് നൽകട്ടെ. അവരുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. ഈ ഐക്യവും ഈ കൂട്ടായ്മയും ഈ ഒത്തൊരുമയും അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. പരസ്പര സ്നേഹ സൗഹാർദ്ദം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അഷ്റഫ് എന്ന ഒരു സഹോദരന്റെ വീട്ടിലാണ് ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയത്. എന്റെ കുടുംബവുമുണ്ട്, അവരെ ഞാൻ അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. അപ്പൊ അത്തരത്തിൽ അടുത്തു എന്നർത്ഥം സംഘാടകരുമായി വേഗം പെട്ടെന്ന് അല്ലാഹുവിനെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിക്കട്ടെ. എനിക്കും എന്റെ കുടുംബത്തിനും അതോടൊപ്പം എന്നോട് സ്നേഹം വെക്കുന്ന ധാരാളം ആളുകൾ ഈ നാട്ടിലുണ്ട്. അവർക്ക് എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹാജ എന്ന സഹോദരൻ പുളിങ്കൂട്ടം മരണപ്പെട്ടു പോയ വാപ്പാക്കും രോഗിയായ ഉമ്മാക്കും ദ്വാരക്കാൻ 6666. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുവിപത്തുകളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മരണപ്പെട്ടു പോയ വാപ്പയ്ക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. രോഗിയായ ഉമ്മാക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ. അബ്ദുൽ ഹക്കീം എന്ന സഹോദരൻ നൽകിയ സദഖയെ സ്വീകരിക്കണേ റബ്ബേ. മക്കൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകണേ അല്ലാ. സുബഹിക്ക് ശേഷം അലം നശ്റഹ് സൂറത്ത് അറിയില്ലേ? അലം നശ്റഹ് എല്ലാ ദിവസവും 11 പ്രാവശ്യം നമ്മുടെ ഔറാദും ദിക്റും ദുആവും പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ എല്ലാത്തിനും ശേഷം തലയിൽ കൈവച്ചിട്ട് 11 പ്രാവശ്യം തലയിൽ നിന്ന് കൈയെടുക്കരുത്, 11 പ്രാവശ്യം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഓർമ്മശക്തിക്ക് വേണ്ടിയാണ് പറയുന്നത്, പരീക്ഷയിൽ ജയിക്കാൻ. എല്ലാ ദിവസവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك ഫറഗബ്. എത്ര പ്രാവശ്യം ഓതണം? 11 പ്രാവശ്യം തലയിൽ കൈവച്ചിട്ട്. ഇനി ഒന്നുകൂടി ഓർമ്മശക്തി വികസിക്കാൻ ഒന്നുകൂടി. അത് കഴിഞ്ഞാൽ തൊട്ട് പുറകിൽ നമ്മുടെ വലത് കൈ ഇങ്ങനെ നെഞ്ചിന് താഴെ വെക്കുക. എല്ലാവരും വെച്ചേ, തലയിലല്ല, തല കഴിഞ്ഞ് നെഞ്ചിൽ വെക്കുക. ഇടത് ഭാഗത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. യാ ഹയ്യൂം എന്നില്ല, യാ ഹയ്യൂം എന്നില്ല. എങ്ങനെയാണ്? യാ ഹയ്യു യാ ഖയ്യൂം. ഖയ്യൂം എന്ന് പറയുമ്പോൾ മീം അവസാനം സുഖം. യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. 41 പ്രാവശ്യം. പെട്ടെന്ന് കഴിയുന്ന സംഭവങ്ങൾ ഇതൊക്കെ. എല്ലാം കൂടി ഒരു 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ. രണ്ടും കൂടി പെട്ടെന്ന് കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. 41 പ്രാവശ്യം ചെല്ലിയിട്ട് കൈയെടുക്കരുത്. കൈയെടുക്കാതെ അവിടെ വെച്ചിട്ട് ഒരു ദുആ ഉണ്ട്, അത് 3 പ്രാവശ്യം ദുആ. അല്ലാഹുമ്മ
أحيي قلبي بنور معرفتك اللهم أحيي قلبي بنور معرفتك اللهم أحيي قلبي بنور معرفتك അല്ലാഹുവേ നിന്റെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് നിന്റെ അറിവിന്റെ പ്രകാശത്തിന്റെ തീരം കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ് നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ് അതാണ് ആ ദുആന്റെ അർത്ഥം അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക മൂന്ന് പ്രാവശ്യം അത് പറഞ്ഞിട്ട് നെഞ്ചിലേക്ക് ഊതുക മൂന്ന് പ്രാവശ്യം അല്ലാഹു തൗഫീഖ് തരട്ടെ അപ്പൊ അലം നശ്റഹ് സൂറത്ത് തലയിൽ കൈവച്ച് എത്ര പ്രാവശ്യം 11 പ്രാവശ്യം അവർതെല്ലാം ഉളവായ രണ്ടാമത്തത് യാ ഹയ്യു യാ ഖയ്യൂം 41 അത് എവിടെ കൈവെക്കണം നെഞ്ചിൽ കൈവച്ചതിന് ശേഷം എന്നിട്ട് കൈയെടുക്കാതെ തന്നെ ഈ ദുആ ഏതാ ദുആ അതാണ് പഠിക്കേണ്ടത് അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക അല്ലാഹുമ്മ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലാഹു നമ്മൾ കേട്ട് ആരംഭിച്ചാൽ ബാക്കി പഠിച്ചാൽ മതി അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ അങ്ങനെ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ചെയ്യണം അല്ലാഹു തൗഫീഖ് തരട്ടെ കൃത്യമായി ചെയ്യണം അല്ലാഹു തൗഫീഖ് തരട്ടെ ദഅവത്ത് ഓഫ് ഉമ്മന മസ്ഹരി എന്നുള്ള ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് വിനീതനുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിൽ അംഗത്വം എടുക്കാൻ താല്പര്യമുള്ളവർ ഞാൻ ഒരു നമ്പർ പറയും ആ നമ്പറിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ മെസ്സേജ് ചെയ്യണം ഒരു നമ്പർ പറയും എല്ലാവരും മൊബൈൽ ഉള്ളവർ ആ നമ്പർ ഒന്ന് അടിച്ചോളൂ ഇൻഷാ അല്ലാഹ് 73 56 ഈ നമ്പർക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ഉമ്മൻ ഉസ്താദിന്റെ പേജിൽ ചേർക്കൂ എന്നൊരു മെസ്സേജ് കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ അപ്പൊ എല്ലാ ദിവസവും പ്രഭാഷണം ലൈവായിട്ടുള്ളത് എല്ലാ ദിവസവും അതിൽ ഇൻഷാ അല്ലാഹ് ലഭിക്കും അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ പാലക്കാട് വടക്കഞ്ചേരി എന്നുള്ള ഈ ദേശത്തുള്ള എല്ലാ സഹോദര സഹോദരിമാരും ഇവിടേക്ക് വന്നു ചേർന്ന ധാരാളം സഹോദരങ്ങളുണ്ട് പ്രിയ സുഹൃത്ത് ഷാജി സാഹിബ് അടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിന്റെ സംഘാടക സമിതിയിലെ മുഴുവൻ ആളുകൾ ഇവർക്ക് ഇത്തരത്തിലുള്ളതാകുന്ന ഒരു ചുവടുവെപ്പിന് ആവേശം പകർന്നു കൊടുത്തിട്ടുള്ളതാകുന്ന ആളുകൾ കാരണവന്മാർ ഈ നാട്ടിലെ സഹോദരങ്ങൾ ഇവർക്ക് ചുവട് വെക്കുമ്പോൾ അത് പിഴയ്ക്കാത്ത രീതിയിൽ നിലയുറപ്പിച്ചു പോകുന്ന ഉതകുന്ന രീതിയിലുള്ള സാമ്പത്തികമായ ശാരീരികമാകുന്ന മാനസികമാകുന്ന എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് ഇവരെ സഹായിക്കുന്ന നല്ലവരാകുന്ന നാട്ടുകാർ ഇതര സമുദായത്തിലെ സഹോദരങ്ങളടക്കം എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ഈ സ്നേഹവും ഈ കൂട്ടായ്മയും മതമൈത്രിയും ഒക്കെ അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും കയ്യിലുള്ളത് ഇൻഷാ അല്ലാഹ് എല്ലാവരും മുസാഫാത്തായിക്കോട്ടെ കയ്യിലുള്ളത് വേഗം വേഗം കൊണ്ടുവന്നു അതിപ്പോ 5000 ആയാലും നമ്മളെ സ്വീകരിക്കും അല്ലാഹു സ്വീകരിക്കട്ടെ വേഗം നിന്നുകൊണ്ട് ദ്വാരക്കണം എല്ലാവരും വരും ഇൻഷാ അല്ലാഹ് കയ്യിലുള്ള പൈസ ഉള്ളവരില്ലാത്തവരൊക്കെ വരും എല്ലാവരും വരും ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ ഇവിടം വരെ വന്നിട്ട് നിങ്ങൾക്ക് കൈതരാതെ പോകാനല്ല ഇത്രയും ദൂരത്ത് വന്ന് അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ് മുഅ്മിനീങ്ങൾ തമ്മിൽ പരസ്പരം മുസാഫഹത്ത് ചെയ്യുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ് ഞങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധത്തെ ഊട്ടിയുറപ്പിക്കണേ അല്ലാഹ് അൽ മുഅ്മിനു ഇൽഫുൻ നലൂഫ് ലാ ഖൈറ ഫീമൻ ലാ യഅലിഫു വലാ യൂലഫ് മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ് സ്നേഹിക്കപ്പെടേണ്ടവരാണ്
ലാ ഖൈറ ഫീമൻ ലാ യഅലിഫു വലാ യുലഫ്. ഇണങ്ങാൻ ലക്ഷ്യം വെക്കാത്തവനും ഇണങ്ങിച്ചേരാത്തവനും ഒരു ബറക്കത്തില്ലാത്തവനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് മടിച്ചു നിൽക്കേണ്ട മുഅ്മിനീങ്ങളെ, പരസ്പരം കൈകൾ ചേർക്കൻ, മുസാഫഹത്ത് ചെയ്യൻ. എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഒരു ഭാഗം കാണാൻ സാധിക്കും, ബാബുൽ മുസാഫഹത്തി വൽ മുആനഖ, പരസ്പരം കൈകൾ കോർത്തു പിടിക്കുന്നതിനെ കുറിച്ച്, അതിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായം. അതിലൂടെ മനുഷ്യാദിന്റെ പാപങ്ങൾ അഖിലവും പൊറുക്കപ്പെടുമേ. ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيده، وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. سبحان الأبدي الأبد، سبحان الواحد الأحد، سبحان الفرد الصمد، سبحان رافي السماء بغير أمد، سبحان من بسط الأرض على الماء فجمد، سبحان من خلق الخلق وحصاه مددا، سبحان من قسم الأرزاق ولم ينسى أحدا، سبحان من لم يتخذ صاحبة ولا ولدا، سبحان من لم يلد ولم يولد ولم يكن له كفوا أحد، سبحان المنفس عن كل مديون، سبحان المفرج عن كل محزون، سبحان من أمره بين الكاف والنون، سبحان من إذا أراد شيئا أن يقول له كن فيكون. يا مفرج الهموم والغموم فرج همومنا وغمومنا يا الله. يا حي يا قيوم برحمتك نستغيث. اللهم صل وسلم وبارك على سيدنا محمد، شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية، صاحب القبضة الأصلية والبهجة السنية والرتبة العليا، من اندرجت النبيون تحت لوائه فهم منه إليه. وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من فنيت برحمتك يا الله يا أرحم الراحمين، يا أرحم الراحمين، يا أرحم الراحمين. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അർഹമുർറഹീമായ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഒരുമിച്ചുകൂടൽ ഖബൂലാക്കണേ റബ്ബേ, ഈ ഒരുമിച്ചുകൂടൽ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ നിറഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും വന്നുപോയ മുഴുവൻ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഹൃദയത്തിൽ നഖത്തെ നീക്കം ചെയ്യണേ അല്ലാഹ്. അഹങ്കാരത്തെ നീക്കണേ അല്ലാഹ്. ലോകമാന്യത നീക്കണേ റബ്ബേ. നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഞങ്ങളുടെ നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി നൽകണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാഹ്. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. അത് ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരാണ്, ഖബൂലാക്കണേ അല്ലാഹ്. എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. ഇവിടെ പേര് വായിക്കപ്പെട്ട എത്രയോ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുണ്ട്. ലക്ഷ്യങ്ങൾ പലതും പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, സർവ്വ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ്. പലതും സ്പോൺസർ ചെയ്ത സഹോദരങ്ങളുണ്ട്. ഈ സ്റ്റേജ് സ്പോൺസർ ചെയ്ത UBS വില്ലാസ് ബിനീഷ് കുടുംബമുണ്ട്.
അവർക്കെല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ റബ്ബേ, നീ മാറ്റി നൽകണേ അല്ലാ. ഭാരതീയ ലോകത്ത് ഞങ്ങളെ നീ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആരെല്ലാം ഈ സദസ്സിൽ വന്ന് ചേർന്നവരുണ്ടോ, കൊച്ചുകുട്ടികളെ കയ്യിലേന്തിക്കൊണ്ട് നേരത്തെ ഈ സദസ്സിൽ വന്ന് ചേർന്ന സഹോദരിമാരുണ്ട്, അല്ലാഹുവേ ഉപ്പമാരുണ്ട്, പ്രായം ചെന്ന ഉമ്മമാരുണ്ട്. നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. ഞങ്ങൾ മാറാവ്യാധികളുള്ളവരുണ്ട് റബ്ബേ, ക്യാൻസർ പോലെയുള്ള രോഗത്തിന് അടിമപ്പെട്ടവരുണ്ട് അല്ലാ. നീ പരിപൂർണ്ണ ശമനം നൽകണേ അല്ലാ. ശരീരത്തിന് നീ സിഹത്ത് നൽകണേ അല്ലാ, ഓർമ്മശക്തി നൽകണേ അല്ലാ. പരീക്ഷ എടുത്തിരിക്കുകയാണ് റബ്ബേ, ഉന്നത വിജയം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ. ഉന്നതമായ കലാലയങ്ങളത് ബിരുദം കരഗതമാക്കി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാക്കി ഞങ്ങളുടെ മക്കളെ നീ കബൂലാക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഇതിന്റെ പ്രവർത്തകർ, റമദാനിൽ റിലീഫിന്റെ പ്രവർത്തനം നടക്കുന്ന ഈ മക്കൾ, അല്ലാഹുവേ ഇവരെ നീ സ്വീകരിക്കണേ അല്ലാ. ബദരിയ റിലീഫ് കമ്മിറ്റിയുടെ മുഴുവൻ പ്രവർത്തകരെയും കബൂലാക്കണേ അല്ലാ. അവരെ പ്രസവിക്കാൻ സൗഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ സന്തോഷിക്കണേ, സന്തോഷിക്കണേ. കാരണം ദീനിന് വേണ്ടി മുതൽ കൂട്ടാകുന്ന ചെറുപ്പക്കാരാണ്, ദീനിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. അല്ലാഹുവേ ഇവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ മാതാപിതാക്കൾക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബേ, ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. ഈ സദസ്സിൽ വന്നു എന്തെല്ലാം ലക്ഷ്യങ്ങൾ പറഞ്ഞവരുണ്ടോ, ഏതെല്ലാം മുറാദുകൾ എഴുതി പറഞ്ഞവരുണ്ടോ, ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചവരുണ്ടോ, നാളെയും മറ്റന്നാളും ഒക്കെ സ്വതക്കകൾ കൊടുക്കാനിരിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. സർവരുടെയും സർവ്വ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. ഈ സ്നേഹ കൂട്ടായ്മ നീ കബൂലാക്കണേ അല്ലാ. മണിക്കൂറുകൾ ഇത്ര കഴിഞ്ഞിട്ടും കേൾക്കുന്നതിൽ ഒരു കാതിൽ ഒരു ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന അമലുകളാണല്ലോ ഉസ്താദ് പറയുന്നത് എന്ന് മനസ്സിലാക്കി അറിവ് നുകരാൻ ഇത്രയും സമയം ഒരുമിച്ച് കൂടിയ ഈ സഹോദര സഹോദരിമാരെ നീ കബൂലാക്കണേ അല്ലാ. ഇന്നിവിടെ പറഞ്ഞത് കേട്ടുകൊണ്ട് ജീവിതത്തിൽ അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ജീവിതത്തിൽ തൗഫീഖ് നൽകണേ അല്ലാ. സംശുദ്ധമാകുന്ന ജീവിതം നയിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യ മക്കൾ കുടുംബാദികൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. നമസ്കാരമുള്ളവരാക്കണേ റബ്ബേ, നോമ്പ് പിടിക്കുന്നവരാക്കണേ അല്ലാ, സകാത്ത് കൊടുക്കുന്നവരാക്കണേ അല്ലാ. ഹജ്ജിന് തൗഫീഖ് നൽകണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലികൾ ബറക്കത്ത് നൽകണേ അല്ലാ. പ്രവാസികളുണ്ട് റബ്ബേ, പ്രവാസ ലോകത്ത് പ്രതിസന്ധികളുടെ ഘട്ടങ്ങൾ വന്നപ്പോഴും അവിടെ ബുദ്ധിമുട്ട് വന്നപ്പോഴും പിടിച്ചു നിൽക്കുന്നത് കുടുംബത്തെ ഓർത്തുകൊണ്ടാണ്. അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. പ്രതിസന്ധികൾ രക്ഷയില്ലാതെ നിതാഖത്തിലൂടെ നാട്ടിലേക്ക് തിരിച്ചു വന്ന എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കൃഷിയിൽ ചെയ്യുന്നവരുണ്ട് റബ്ബേ, കൃഷിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. തൊഴിലുള്ളവരുണ്ട് റബ്ബേ, ഉള്ള തൊഴിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഖൈറായ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചവരുണ്ട് റബ്ബേ, ഖൈറായ ജോലി നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ജോലികൾ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രായാധിക സമയത്ത് മക്കളെ നൽകിയ റബ്ബേ, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോഴും നിന്നോട് ദുആ ചെയ്തുകൊണ്ടിരുന്ന റബ്ബേ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബത, പരിശുദ്ധനായ സൽസ്വഭാവിയായ മകനെ എനിക്ക് നീ നൽകണേ അല്ലാ. സക്കരിയ നബി ദുആ ചെയ്തതുപോലെ ഞങ്ങൾ നിന്നിലേക്ക് ദുആ ഇരക്കുന്ന റബ്ബേ, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുടെ സുഖപ്രസവം നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിന്നറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ റബ്ബേ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തണേ അല്ലാ.
മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, അത്തമ്മടക്കം എത്രയോ സഹോദര സഹോദരിമാര് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ, ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവർക്ക് സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു നൽകണേ റബ്ബേ. സ്വർഗീയ വസ്ത്രം അണിയിക്കണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാഹ്. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണക്കണേ അല്ലാഹ്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് യുവാക്കളുണ്ട്, ഒരുപാട് യുവതികളുണ്ട്. നീ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരണേ അല്ലാഹ്. സർവോപരി ഞങ്ങളുടെ ഈ കൂട്ടായ്മ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇതിനുവേണ്ടി പരിശ്രമിച്ച സർവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ തന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഉമർ ഉസ്താദിന്റെ പേജിൽ ചേർക്കൂ എന്നൊരു മെസ്സേജ് കൊടുത്ത് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.